ഏകോദര സഹോദരന്മാരായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ പിരിവ് വിദഗ്ധന്മാരും വയല് വിദഗ്ധന്മാരും ആരുമില്ല. അതുകൊണ്ടാണ് കുടുംബത്തെ വിളിച്ചിരിക്കുന്നത്. കുടുംബത്തിന് നമ്മുടെ മക്കളെ കാര്യം പറയാന് ഒരുപാട് വയറും ഉറുദ്യം തരിപ്പിക്കലൊന്നും ആവശ്യമില്ല. ഞാൻ പറയുന്നത് ഒരു 6 കോടി ഉറുപ്പ കിട്ടണം. എനിക്ക് വിശ്വസിക്കാൻ കഴിയില്ല സഹോദരന്മാരെ, രക്ഷിതാക്കൾ, എനിക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ഈ സദസ്സ് വിചാരിച്ചാല്, ഹൈദരലി തങ്ങളുടെ സാന്നിധ്യത്തിൽ ഈ സദസ്സ് വിചാരിച്ചാല് ഈ കാലത്ത് ഒരു 6 കോടി ഉറുപ്പ ഉണ്ടാക്കാൻ ഈ ഇരിക്കുന്ന ബാപ്പുഹാജി 20 കോടി തന്നെങ്കിൽ, അപ്പുറത്തിരിക്കുന്ന ഉസ്തു 1.25 കോടി ചെലവാക്കിയിട്ട് പെൺകുട്ടികൾക്ക് കൊമ്പാറയിൽ ഒരു സ്ഥാപനം ഉണ്ടാക്കിയെങ്കിൽ, അതിന്റെ അങ്ങേപ്പുറത്തിരിക്കുന്ന അജീസാജിയും ബീരാനാജിയും ഇസ്മായിലൊക്കെ ചേർന്നിട്ട് കുട്ടികളെ ആ കോളേജിന് ആദ്യം പറഞ്ഞത് AC കോളേജ് എന്ന അജീസാജിയുടെ സ്വന്തം വീട് കോളേജ് തുടങ്ങുന്നത് വികാരം തുടങ്ങിയപ്പോൾ സ്വന്തം വീടാണ്ട് വിട്ടുകൊടുത്തു. ഫുൾ AC ആണ്, അതുകൊണ്ട് AC കോളേജ്. പിറ്റേ കൊല്ലയപ്പത്തിന് ബിൽഡിംഗ് ഉണ്ടാക്കി. ബിൽഡിംഗ് ഉണ്ടാക്കുന്നു, നടത്തിക്കൊണ്ടുപോകുന്നു 2-3 ആൾക്കാർ. കൂട്ടായിലെ സെയ്ദു ഹാജി, ഞങ്ങള് അഫിലിയേഷൻ, ഇതിൽ കുറെ നിയമമൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളാരും നിങ്ങളെ മക്കളാക്കൂല. നിയമവും വ്യവസ്ഥയും കാർക്കശൊക്കെ കേൾക്കുമ്പോൾ എല്ലാവർക്കും ദേഷ്യമാണ് ഈ കാര്യം. പക്ഷെ കാര്യത്തോടെടുക്കുമ്പോ നല്ല കാർക്കശ്യത്തിൽ നിയമത്തിൽ പോണതിനാണ് ആൾക്കാർ ഇഷ്ടപ്പെടുക, അല്ലെങ്കിൽ ആൾക്കാർ വരൂല. സെയ്ദു ഹാജി പറഞ്ഞു, നിങ്ങൾ നിയമമൊക്കെ പറയുമ്പോ ഇതൊന്നും പോരാന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞ് സെയ്ദു ഹാജി കൈയൊടിച്ചു കൊണ്ടുപോയി. മകന് വീടുണ്ടാക്കാൻ മാറ്റിവെച്ച 2 ഏക്കർ ഭൂമി, ഈ 2 ഏക്കർ ഭൂമി ഉസ്താദിന്റെ നിയമമൊക്കെ ഒത്ത ഒരു കെട്ടിടം നമുക്ക് വിടാണ്ട് ഉണ്ടാക്കാം എന്ന് പറഞ്ഞു. 49 ഫ്ളാറ്റുള്ള 60 കോടി വില പിടിക്കുന്ന ദാറുസലാം വെയിറ്റ് ഹൌസ് തിരൂര് പൂങ്ങോട്ടുകുളങ്ങരയില് സെയ്ദു ഹാജിത്തിന്റെ നടത്തിപ്പിന് വേണ്ടി നീക്കി വെച്ചിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ മക്കളെ ഈ അടുത്ത ഇയറിൽ ജൂൺ ആവുമ്പോഴത്തേക്ക് അഡ്മിറ്റ് ചെയ്യാൻ ആവശ്യമായ 6 കോടി റുപ്യ കുഞ്ഞാലിക്കുട്ടി സാഹിബ് വന്ന് ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് ഈ വിഷയം ഞങ്ങൾ പോയി സംസാരിച്ചതാണ്, വളരെ വേദനയോടുകൂടി സംസാരിച്ചതാണ്. എല്ലാവരും സഹായിക്കണം. ഇത് കേരളത്തിന്റെ, ഇത് ഈ രാജ്യത്തിന്റെ എന്നാണ് ഞാൻ പറയുന്നത്. ഇത്ര നോർമലായിട്ട് ചിന്തിക്കുന്ന പുത്തൻ തലമുറയെ സൃഷ്ടിക്കുന്ന ഒരു സംവിധാനം പ്രക്ഷുബ്ധമായ ഇന്ത്യൻ സാഹചര്യത്തിൽ വേറെ കാണൂല എന്ന് ഇത് ഒന്നുകൂടി പഠിക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. ഇത് ഈ രാജ്യത്തിന് വേണ്ട വ്യവസ്ഥിതിയാണ്, ഉമ്മത്തിന് വേണ്ട വ്യവസ്ഥിതിയാണ്. ബഹുമാനപ്പെട്ട തങ്ങൾ അർഹാം അസംബ്ലിക്ക് നിങ്ങൾ ക്ഷണിച്ചുകൊണ്ട് എഴുതിയ കത്തിൽ പറയുന്നത് പോലെ കടലും കരയും ആകാശവും കീഴടക്കിയിട്ടുള്ള, അറിവുകൊണ്ട് കീഴടക്കിയിട്ടുള്ള, വിനയം കൊണ്ട് കീഴടക്കിയിട്ടുള്ള, ബുദ്ധി കൊണ്ട് കീഴടക്കിയിട്ടുള്ള നമ്മുടെ പൂർവികരുടെ നക്ഷപ്രതാപം വീണ്ടെടുക്കാനുള്ള ശ്രമമാണ്. ഈ ശ്രമത്തിന് 60 കോടി ചെയ്ത ആളുകൾ, 3-4 കോടി ചെയ്ത ആൾക്കാർ, തൂതയിൽ 3 ആളുകൾ ചേർന്ന് ഭൂമിയുണ്ടാക്കി, കെട്ടിടമുണ്ടാക്കി, 10-15 കൊല്ലമായി 250 കുട്ടികളെ പുലർത്തിപ്പോരുന്നു. PG ക്യാമ്പസ് വളർന്നത്, പിന്നെ 3 ഏക്കർ വീണ്ടും കൊടുത്തു. അവിടെയും അവർ നിർമ്മാണം നടത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് സഹോദരങ്ങളെ, എന്റെയും നിങ്ങളുടെയും മക്കളെ പഠിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു 6 കോടി റുപ്യയുടെ ചെറിയ സംഗതി എനിക്കും നിങ്ങൾക്കും സാധിക്കൂലേ? ഇനി ഇതിന് നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കേണ്ട ഉസ്താദന്മാര് യാചിക്കാൻ അല്ലെങ്കിൽ ഭിക്ഷയെടുക്കാൻ എന്ന് പറയുന്നത് ശരിയെന്ന് എനിക്കറിഞ്ഞൂടാ. ഇറങ്ങണോ, അല്ലെങ്കിൽ നിങ്ങളോട് വെച്ചെന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണോ? നിങ്ങളുടെയൊക്കെ കയ്യിൽ സ്വാഭാവികമായിട്ട് കിട്ടിയുള്ള എൻട്രി പാസ് ഉണ്ട്. നിങ്ങൾക്ക് സാധിക്കുന്നത്, അല്ലെങ്കിൽ തങ്ങളവർകൾ വാഫിക്ക് സ്വന്തം ക്യാമ്പസ് എന്ന പേരിൽ എന്ന തലക്കെട്ടിൽ പണ്ടൊരു ലേഖനയിൽ ഒരു കൊല്ലം മുമ്പ് അതിൽ പറയുന്നത്, ആ ലേഖനത്തിൽ പറയുന്നത് പോലെ സഹായിപ്പിക്കുക. നിങ്ങൾക്ക് സഹായിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ സഹായിപ്പിക്കാൻ സാധിക്കും. എന്തെങ്കിലും ചെയ്യാൻ പറ്റും. നമുക്ക് വേണമെന്ന് തോന്നിയാൽ പലതും നടക്കും. ഈ കൂടിയ വലിയൊരു സദസ്സിന്, ആണും പെണ്ണും അടങ്ങുന്ന സദസ്സിന് ഒരു 6 കോടി കണ്ടെത്തുക എന്ന് വലിയ പ്രയാസമുള്ള കാര്യമല്ല. ഞാനൊരു സംഭവം ഓർക്കുകയാണ്. തുർക്കിയിലൊരു ടീമുണ്ട്, ഫത്ഹുല്ലാഹ് ഗോലിന്റെ ടീം. തുർക്കിയിൽ ദീൻ നിഷേധിക്കപ്പെട്ട കാലത്ത്, അറബി പാടില്ലാത്ത കാലത്ത്, ഖുർആൻ തുറക്കാൻ പാടില്ലാത്ത കാലത്ത്, മഹാനായ നദ്വി അവർകൾ അദ്ദേഹത്തിന്റെ കുട്ടികളെ പഠിപ്പിക്കുന്ന ഖിറാർ റാഷിദ് എന്ന പുസ്തകത്തിൽ എങ്ങനെ ഇസ്ലാം സംരക്ഷിച്ചു എന്നൊരു പാഠം പറയുന്നുണ്ട്. തുർക്കിയിലെ ഒരു പണ്ഡിതൻ സ്വന്തം മകനെ കുട്ടിയുടെ ഉമ്മയെ കാണിക്കാതെ, വീട്ടിലുള്ള ആരെയും കാണിക്കാതെ വാതിലടക്കി അറബി അക്ഷരങ്ങൾ പഠിപ്പിക്കേണ്ടി വന്നു. അങ്ങനെയുള്ള തുർക്കിയിൽ ഫത്ഹുല്ലാഹ് ഗോലിൻ എന്ന് പറയുന്ന മുസ്ലിയാര്, അവർക്ക് അവിടെ മൂല്യമാർക്ക് താടിയും ധരിക്കട്ടുണ്ടാവില്ല എന്ന് മാത്രം, അയാള് ഒരു സദസ്സുണ്ടാക്കി. ആളുകളോട് പറഞ്ഞു, നമുക്കൊരു സ്കൂൾ ഉണ്ടാക്കണം. കോളേജ് ഉണ്ടാക്കണം എന്നല്ല, അല്ലെങ്കിൽ മതസ്ഥാപനം ഉണ്ടാക്കണം എന്നല്ല, സ്കൂൾ ഉണ്ടാക്കണം. സ്കൂളുകൾ കുട്ടികളെ പഠിപ്പിക്കുന്ന സ്ഥാപനം, അവരെ ബോധവൽക്കരിക്കുന്ന സ്ഥാപനം, പഠിപ്പിക്കുന്ന ഉസ്താദന്മാരൊക്കെ ഉള്ളിൽ അള്ളയുള്ളവരാകുമ്പോ അത് കണ്ട് കുട്ടികൾക്ക് അള്ളയുണ്ടായെങ്കിലും അങ്ങനെ അള്ളാഹുവിനെ തുർക്കിയിൽ നിലനിർത്താൻ വേണ്ടിയുള്ള ശ്രമം. ആരും പ്രതികരിക്കണില്ല. അങ്ങനെ ഇരിക്കുമ്പോ ഒരു കടലാസിന്റെ ചുരുള് കിട്ടി.
ഒരു ചുരുള്, അത് തുറന്നു നോക്കുമ്പോ അതിൽ ചെറിയൊരു സ്വർണ്ണാഭരണമാണ്. ആ സ്വർണ്ണാഭരണത്തിന്റെ കൂടെ ചെറിയൊരു കുറിപ്പുണ്ട്. ആ കുറിപ്പ് വായിച്ചു നോക്കുമ്പോ ഒരു സ്ത്രീയുടെ, ഒരു കേരിയുടെ തള്ളയുടെ കുറിപ്പാണ്. ഞാൻ വലിയ വൃദ്ധയായ ഒരു സ്ത്രീയാണ്, എനിക്ക് മക്കളില്ല, ഭർത്താവില്ല, ഉച്ചവരില്ല, ഉടയവരില്ല, ഏതെങ്കിലും തെരുവിൽ റോഡിന്റെ വക്കത്ത് ഞാൻ കിടന്ന് മരിക്കുകയാണെങ്കിൽ എന്റെ കഫം മുടക്ക് ഞാൻ കരുതി വെച്ച ദിനമാണിത്. ഇത് നിങ്ങൾ അല്ലാഹുവിന്റെ ദീൻ നിലനിർത്താനുള്ള ഈ കാലത്തിന്റെ രീതി, സ്കൂളാണെങ്കിൽ സ്കൂള്, അങ്ങനെ നിങ്ങൾ ശ്രമിക്കുമ്പോ ഈ മുതലാളിമാരൊക്കെ പ്രതികരിക്കാതിരിക്കുമ്പോ ഞാൻ എവിടെയെങ്കിലും കഴിഞ്ഞ് മരിച്ചോട്ടെ, ഞാൻ എന്റെ കഫം മുടക്ക് കരുതി വെച്ച പണം ഇതാ നൽകുന്നു എന്ന് പറഞ്ഞപ്പോ ആളുകളാകെ ഇളകി, കോടികൾ വന്നു. സലാഹുദ്ദീൻ അയ്യൂബി, സലാഹുദ്ദീൻ സ്കൂൾ എന്നൊരു സ്കൂളുണ്ട് കൈറോ പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത്. ഞാനത് പോയി കണ്ടിട്ടുണ്ട്. അപ്പോഴാണ് തുർക്കികൾ ആ കഥ എനിക്ക് പറഞ്ഞു തരുന്നത്. ഇന്ന് ഇന്റർനാഷണൽ സമ്മേളനത്തിൽ അവരുടെ പ്രതിനിധികൾ ഇവിടെ വരും. ഈ സ്കൂള് 50 കോടി ഉറുപ്പിക്ക് ഉണ്ടാക്കിയിട്ടുള്ള സ്കൂളാണ്. ഈ സ്കൂൾ ഞാൻ ചോദിച്ചു എവിടുന്ന് പണം കിട്ടി. അവർ പറഞ്ഞു, ഈ കഥ പറഞ്ഞുകൊണ്ട് പറഞ്ഞു 3 മുതലാളിമാര് തന്നതാണ്. സ്കൂൾ എന്ന നിലയ്ക്ക് വിജയിച്ചപ്പോ, വരുമാനം ലാഭം വരാൻ തുടങ്ങിയപ്പോ ഈ 3 മുതലാളിമാരെ വിളിച്ചിട്ട് ഞങ്ങൾ വരുമാന വിഹിതം കൊടുക്കാൻ തുടങ്ങിയപ്പോ പറഞ്ഞു, വേണ്ട, ഞങ്ങളത് ലില്ലാഹി റബ്ബിൽ ആലമീൻ, അള്ളാഹുവിന് സമർപ്പിച്ചിരിക്കുന്നു എന്ന്. അങ്ങനെയുള്ള ധനാഢ്യന്മാരായ ഉള്ളവരുടെ ചരിത്രം നമ്മുടെ മുന്നിലുള്ളപ്പോ നമ്മൾ പിന്നെ കിതാബ് എവിടുന്നെങ്കിലല്ല, ഇതായിരിക്കുന്നു 20 കോടി തന്നയാള്, ഇതായിരിക്കുന്നു 1.5 കോടി തന്ന ആള്, ഇങ്ങനെ ലക്ഷങ്ങളും കോടികളും തന്ന ആൾക്കാരാണ് എനിക്ക് അണിനിരന്നിട്ടുള്ളത്. ഞാൻ എന്തായാലും ഒരു സംഗതി ആകുമ്പോ അതിന്റെ ഒരു സെക്രട്ടറി, അതിന്റെ ഒരു മുന്നിൽ നിൽക്കുന്ന ആളുണ്ടാവുമല്ലോ, ഞാൻ ഇതിന്റെ മുന്നിൽ പെട്ടിരിക്കണേ. അതുകൊണ്ട് കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കമുള്ള തങ്ങളടക്കമുള്ള ആളുകളോട് വീണ്ടും പറയാണ്, വയ്യ, ഞാൻ ഏതാതുപോലെ ഒരു അക്കാദമിക് പ്രവർത്തകനാണ്. ഈ കുട്ടികളെ പഠിപ്പിക്കുകയും സിലബസ് ഉണ്ടാക്കുകയും ബഷീർ സാഹിബ് കഴിഞ്ഞതിൽ പറഞ്ഞതുപോലെ ഗവൺമെന്റിന് പോലും മാതൃകയാക്കാൻ പറ്റുന്ന പാഠ്യപദ്ധതിയാണ് വാഫി എന്ന് വിദ്യാഭ്യാസ മന്ത്രി ഇവിടെ വന്ന് പറഞ്ഞതാണ്, ഈ സ്റ്റേജിൽ പറഞ്ഞതാണ്. അങ്ങനെയുള്ള ഒരു സംവിധാനം കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് തിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് വല്ലാഹി അലീം ബില്ലാഹി അലൈക്കും, അള്ളാഹുവിനെ സാക്ഷിയാക്കി ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ഇരിക്കുന്ന വലിയ ആളുകളെ സാക്ഷിയാക്കി ഞാൻ പറയുന്നു, അടുത്ത ജൂണിൽ 6 കോടിയുടെ ആ കെട്ടിടം കയറണം, അതിനുവേണ്ട തീരുമാനങ്ങൾ ഉണ്ടാക്കണം. കടലാസിൽ എഴുതി കൊടുക്കും, പറയും. ഇവിടെ കുറച്ച് ആളുകളെ പേര് എഴുതി വായിച്ചത് കൊണ്ട് മാത്രം ആവില്ല, ഓരോരുത്തരും പങ്കെടുക്കണം. ഞാൻ കേട്ടിട്ടുണ്ട്, പണ്ട് ലീഗ് ഹൗസ് മലപ്പുറത്തുണ്ടാക്കാൻ വേണ്ടി ആളുകൾ ആലോചിക്കുമ്പോ, ലീഗുകാർ ആലോചിക്കുമ്പോ ഒരാൾ പറഞ്ഞു, ആളെനിക്കറിയാം, ഞാൻ കേട്ടിട്ടുണ്ട്, പൂക്കോയ തങ്ങൾ പറഞ്ഞു, അത് വേണ്ട, ഒരാൾ എടുക്കണ്ട. മലപ്പുറം ജില്ലയിലെ ഓരോ മുസ്ലിം ലീഗുകാരനും അതിന്റെ ഒരു നാണയത്തുണ്ട് വരണമെന്ന്. ദൈവബന്ധിന് ദാറുലും ഉണ്ടാക്കുമ്പോ, മുഹമ്മദ് കാസിം ഞാനൊരുത്തവി ഉണ്ടാക്കുമ്പോ, വലിയ ധനാഢ്യന്മാരും തോൽ ബിസിനസ്സുകാരും അതിന് തയ്യാറായപ്പോ അദ്ദേഹം പറഞ്ഞു വേണ്ട, ഓരോരുത്തർക്കും പങ്ക് വേണം. ഇവിടെ നിങ്ങളൊക്കെ പങ്കെടുക്കണം. 1 ലക്ഷം 2 ലക്ഷം 3 ലക്ഷമൊക്കെ പലരും പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ വായിക്കാൻ പറഞ്ഞു, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഞാൻ പറഞ്ഞു, ഇവിടെ വായിക്കണ്ട. ഇവിടെ വായിച്ച് പറയലല്ല, ഇത് നമ്മുടെ കുടുംബ സംഗമമാണ്. ഇവിടെ കുറെ വായിച്ച് ഇന്നാൾ പറഞ്ഞു എന്നുള്ള പറയാനല്ല ഉദ്ദേശം. ലക്ഷങ്ങൾ ഇവിടുന്ന് വരണം, നിങ്ങളുടെ അടിയിൽ നിന്ന് വരണം. ഒരു ഉറുപ്പ്യെങ്കിലും എഴുതാതെ നിങ്ങൾ ആരും ഇവിടുന്ന് പോകരുത്. നിങ്ങൾ ഇവിടുന്ന് കൊണ്ട് ഇവിടെ പറയുന്നു വേണ്ട. നിങ്ങൾ മക്കൾ പഠിക്കുന്ന സ്ഥാപനമല്ലേ, നിങ്ങൾ അത് വാഗ്ദാനങ്ങൾ എത്തിച്ചാൽ മതി. എല്ലാവരും കൂടി ഇതൊരു വികാരമായി കണക്കിലെടുത്ത് ഇത്ര ആളുകൾ അല്ലെങ്കിൽ എഴുതുന്ന ഈ പച്ചപ്പകല് ഇങ്ങനത്തെ ഒരു സംവിധാനത്തിന് വരെ, അത് കുടുംബമായതുകൊണ്ടല്ലേ. നിങ്ങളൊക്കെ കൃത്യമായി അർഹം അസംബ്ലിയിൽ മെമ്പർഷിപ്പും കാർഡും അടക്കം വന്നിട്ടുള്ള ആൾക്കാരാണ്. ഇതൊരു വ്യവസ്ഥിതിയാണ്. ഈ വ്യവസ്ഥിതി നമുക്ക് മുന്നോട്ട് പോകണം. നിങ്ങളെ മക്കളെ ഞങ്ങൾ ശാന്തമായി പഠിപ്പിക്കാൻ ശ്രമിക്കട്ടെ. ഞങ്ങൾ പഠിപ്പിക്കുന്നത് കൊണ്ടാണല്ലോ, രംഗത്ത് വിജയിക്കുന്നത് കൊണ്ടാണല്ലോ. ഇവിടെ ഇപ്പൊ ആചരിക്കാൻ പോവുകയാണ്. 5ഉം 6ഉം ഡോക്ടറേറ്റ് നേടിയ കൈറോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, കേരളത്തിൽ നിന്ന് ഇന്ത്യയിൽ ആരോടൊപ്പം യൂണിവേഴ്സിറ്റി PhD നേടിയിട്ടുള്ളത്. ഉന്നത പഠനം അറബി സർവകലാശാലയുടെ ചർച്ച നടന്നപ്പോ പ്രമുഖമായ പത്രങ്ങൾ എഴുതി. പണ്ട് മുഹ്യിദ്ദീൻ ആലുവായി ചെമ്മീൻ എഴുതിയതിന് ശേഷം ഒരു വാക്ക് എഴുതിയിട്ടുള്ള ഒരു അറബിയല്ലാതെ മലയാളത്തിൽ നിന്ന് അറബിയിലേക്കൊന്നും പോയിട്ടില്ല. നമ്മൾ എവിടെ ചെന്നോ അവിടെയൊക്കെ സാന്നിധ്യം അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് ഭാഷാ സാഹിത്യം പഠിക്കുന്നുവെങ്കിൽ ആർക്കും കാണാൻ പറ്റുന്ന തരത്തിൽ കോടികൾ ചെലവാക്കി സർക്കാർ സംവിധാനത്തിന് സാധിക്കാത്ത വിധം നമ്മൾ ഒന്നുമില്ലാത്ത ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൈറോ യൂണിവേഴ്സിറ്റിയിൽ PhD അബ്ദുൽ ബർ വാഫിയുടെ PhD തീസിസിന്റെ ചർച്ച വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. അറബി പണ്ഡിതൻ പറയുകയാണ്, കൈറോ യൂണിവേഴ്സിറ്റി വലിയ പ്രൊഫസർ പറയുകയാണ്, ഇവന്റെ ഭാഷാ ശുദ്ധി നോക്കൂ, ഇവന്റെ ഭാഷാ ഘടന നോക്കൂ. ഈജിപ്തുകാരായ അറബികളായ പണ്ഡിതന്മാർ, PhD വിദ്യാർത്ഥികൾ, ഇവരെയൊക്കെ മാതൃകയാക്കണമെന്ന് ആ നിലവാരത്തിൽ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്തിക്കരുത്. ഞാൻ ചുരുക്കുകയാണ്. കുഞ്ഞാലിക്കുട്ടി സാഹിബിന് പോകാൻ തിരക്കുണ്ട്. അതുകൊണ്ട്
നമ്മളെ ചർച്ച അവസാനിക്കുന്നില്ല. നമ്മളിപ്പോ ചർച്ച തുടങ്ങിയിട്ടുള്ളൂ. കുഞ്ഞാലിക്കുട്ടി സാഹിബ് ചെയ്യാൻ പോകുന്നതിന്റെ ഉദ്ഘാടനമാണ്. നിങ്ങൾ നിർബന്ധമായും, എനിക്ക് കൂടുതലൊന്നും പറയാനില്ല, എനിക്ക് പരുക്കൻ മട്ടിൽ പറയാനേ അറിയുള്ളൂ. ഞാൻ പരുക്കൻ മട്ടിൽ നിങ്ങളെ കുറെ ആളുകളുടെ മക്കളെ പഠിപ്പിച്ചത് കൊണ്ടാണ് അവർ വളരെ സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. എല്ലാവരും പറയും ഈ മക്കളൊക്കെ ഇവർ ഇപ്പൊ തന്നെ ഞങ്ങളോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുക, ഒന്ന് മുന്നിട്ട് വരാനില്ല. ഇവർ വിനയാന്വിതരായ വിനയം അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, അത് ഈ പരിക്കത്തരത്തിന്റെ ബാക്കിയാണ്. നിങ്ങൾ ഒരു പരിഹാരത്തിനുണ്ടാക്കി തരണം. ഞങ്ങൾക്ക് ആർക്കും ഇതിനു വേണ്ടി തെണ്ടാൻ പറ്റൂല. ഞാൻ തമാശ കൂടി കലർത്തി പറയാണ്, കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഞങ്ങൾ മൂപ്പരെ ഈ കാര്യത്തിന് വേണ്ടിയിട്ട് കാര്യമായിട്ട് ചെന്ന് കണ്ടിരിക്കണേ. പറ്റൂല, ചെയ്തേ തീരുമെന്ന് പറഞ്ഞിരിക്കണേ. വഹാബ് സാഹിബിനോടും പറഞ്ഞിരിക്കണേ. നിങ്ങൾ എല്ലാവരും കൂടി ഒരു 6 കോടിക്ക് പെട്ടെന്ന് പരിഹാരം ഉണ്ടാക്കി തരണം. അത് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ന്യൂനപക്ഷ രാഷ്ട്രീയത്തിന്റെ കൽപ്പിച്ച പോരാളി, സാംസ്കാരിക കേരളത്തിന്റെ കർമ്മനിരതനായ വ്യവസായ IT വകുപ്പ് മന്ത്രി ജനാബ് PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് സദസ്സിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു. അധ്യക്ഷന് വേണ്ടി സാദരം സഭയും പ്രസംഗപീഠത്തിലേക്ക് ക്ഷണിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാന്യനായ തങ്ങളവറുകളെ, ബഹുമാന്യരായ വേദിയിലുള്ള നിരവധി പണ്ഡിതന്മാർ അണിനിരന്നിട്ടുള്ള വേദിയിൽ ഞാൻ അഭിസംബോധനയ്ക്ക് മുതിരുന്നില്ല. പണ്ഡിതന്മാരെ, പ്രിയങ്കരായ വിദ്യാർത്ഥികളെ, നാട്ടുകാരെ, രക്ഷിതാക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും. വാഫിയ സമ്മേളനം ഇവിടെ നടക്കുന്ന ഈ സന്ദർഭത്തിൽ സ്വാഗത പ്രസംഗത്തിൽ വളരെ വിശദമായി ഈ സ്ഥാപനം, അതുപോലെ തന്നെ ഇവിടെ നടക്കുന്ന മഹത്തായ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിക്കുകയായിരുന്നു. ബഹുമാൻ തങ്ങളവറുകൾ അധ്യക്ഷം വഹിക്കുന്ന യോഗത്തിൽ ഞാൻ പോവാൻ തിരക്കൊന്നും കൂട്ടിയിട്ടില്ല. ബഹുമാനപ്പെട്ട തങ്ങള് സംസാരിക്കുന്നു. തങ്ങൾ എന്നെ പറയാൻ സംസാരിച്ചു പോവാൻ. കാരണം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പൊക്കെ നടക്കുന്ന സമയമല്ലേ. മർക്കസുമായി വിനീതനായ എനിക്കുള്ള ബന്ധം വളരെ പഴയതാണ്. ഇന്നലെ ഒരു 3-4 ദിവസം മുമ്പ് എറണാകുളത്ത് വെച്ച് ഞാൻ നമ്മുടെ അലി അൽ ഹാഷിമി, ബഹുമാനം തങ്ങൾക്കൊക്കെ അറിയാം, UAE പ്രമുഖ പണ്ഡിതനും അവിടെ തന്നെ ഔദ്യോഗിക സ്ഥാനങ്ങളൊക്കെ ഇരിക്കുന്ന അദ്ദേഹത്തെ കണ്ടപ്പോ സാന്ദർഭികമായി എന്നോട് വേറൊരാൾക്ക് പരിചയപ്പെടുത്തിയത് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ കൂടെ ആദ്യത്തെ വിസിറ്റ് ഇദ്ദേഹം നടത്തിയത് മർക്കസ് തർബിയത്തുൽ ഇസ്ലാമിയന്റെ ആവശ്യത്തിന് വേണ്ടിയാണ്. KK അബൂബക്കർ അസത്രൊക്കെ ജീവിക്കുന്ന കാലത്ത് എന്ന് അലി അൽ ഹാഷ്മി കഴിഞ്ഞ ആഴ്ച എന്നെ ഒരാൾക്ക് പരിചയപ്പെടുത്തി. അപ്പൊ മർക്കസിന്റെ അഡ്രസ്സിൽ പരിചയപ്പെടുത്താൻ മാത്രം പഴക്കം എനിക്ക് മർക്കസുമായുള്ള ബന്ധത്തിലുണ്ട് എന്നുള്ളത് അഭിമാനപൂർവ്വം വിദ്യാർത്ഥികളുടെ മുമ്പിൽ പറയുവാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ്. ഈ വിദ്യാലയത്തിൽ നിന്ന് ധാരാളം കുട്ടികൾ പഠിച്ച് പുറത്തിറങ്ങിയിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മൾ ഈ കുട്ടികളെ ഒക്കെ അവരെല്ലാവരും സാമ്പത്തിക ശേഷിയുള്ളവരല്ല. എല്ലാവർക്കും നല്ല മതപഠനവും അതുപോലെ തന്നെ എല്ലാവർക്കും ഉയർന്ന വിദ്യാഭ്യാസവും കിട്ടുമായിരുന്നവരല്ല. ആ കാലം മുതൽ 82 ആ കാലം മുതൽ ആ കാലം തൊട്ട് അത്ര പഴയ കാലം തൊട്ട് ഇങ്ങോട്ട് ഇതിന്റെ ആവിർഭാവ കാലം, പ്ലാനിങ്ങിന്റെ കാലം തൊട്ട് പഠിച്ച കുട്ടികളിൽ പലരും അവരുടെ നിലക്ക്, അവർക്ക് ലഭിച്ച നിലക്കുള്ള വിദ്യാഭ്യാസം കിട്ടുമായിരുന്നവരല്ല. സമൂഹത്തിൽ ഇന്ന് അവരൊക്കെ എത്തിയിട്ടുള്ള സ്ഥാനങ്ങളിലൊക്കെ അവർ എത്തുമായിരുന്നവരല്ല. അവരറിയപ്പെടുന്ന രീതിയിൽ അവരൊക്കെ അറിയപ്പെടുമായിരുന്നില്ല. അവരുടെ സംഭാവന സമൂഹത്തിനും നാടിനും അത്ര, കുടുംബത്തിനും സ്വന്തം കുടുംബത്തിനും ഒന്നും അത്ര ഉണ്ടാകുമായിരുന്നില്ല. അതൊക്കെ ഉണ്ടാവാനുള്ള കാരണം മർക്കസ് ഈ സ്ഥാപനമാണ്. ഇവിടുന്ന് പഠിച്ച് അവർക്ക് അവസരം കൊടുത്ത ഈ സ്ഥാപനമാണ്. ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം
എത്ര വലിയ ഒരു സേവനം, എത്ര വലിയ ഒരു ഉത്തരവാദിത്വമാണ് നമ്മൾ ഏറ്റെടുത്ത് നടത്തുന്നത്. സേവനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ സേവനം. കാരണം ഒരു തലമുറക്ക് അവർക്ക് അർഹിക്കുന്ന വിദ്യാഭ്യാസം അതിന്റെ ഘട്ടത്തിൽ കൊടുക്കണം. അവർക്ക് ആ ഘട്ടത്തിൽ കൊടുക്കണം. ചെറിയ കുട്ടികൾക്ക് അവരറിയിക്കുന്ന ശിക്ഷണം, അവരറിയിക്കുന്ന സപ്പോർട്ട് ആ ഘട്ടത്തിൽ കൊടുക്കണം. വളർന്നു വരുന്ന കുട്ടിക്ക് ഭക്ഷണം കൊടുക്കണം. ഈ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ അനവധി നമ്മുടെ കീഴിലുള്ള ബഹുമാന്യ സമസ്തകലാ ജമിഅത്തുൽ ഉലമയുടെ അതുപോലെ തന്നെ സംഘടനകളുടെ കീഴിലുള്ള സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് ലഭിക്കേണ്ട ഭക്ഷണവും സംരക്ഷണവും പഠിപ്പും പ്രേരണയും അതുപോലെ തന്നെ ഗൈഡൻസും ഒക്കെ അതാത് ഘട്ടത്തിൽ കൊടുക്കണം. അത് ആ ഘട്ടത്തിൽ സംഘടിതമായി കൊടുത്തിട്ടില്ല എങ്കിൽ എന്തുണ്ടാവും? അവരൊക്കെ എവിടെയോ ചെന്നെത്തും. അവരൊക്കെ തെരുവിലെത്തും. അവരിൽ ചിലർ ഭാഗ്യവാന്മാർ രക്ഷപ്പെടും. പക്ഷേ അനവധി ആളുകൾ എവിടെ എത്താതെ പോകും. അപ്പോ നമ്മള് ഒരു കോണിപ്പടി, ഒരു മതിൽ കെട്ടി ആ മതിലിന്റെ അകത്ത് ഈ സംരക്ഷണം കൊടുക്കുന്നത് കൊണ്ട് സമൂഹം സൃഷ്ടിക്കപ്പെടുന്നത് ഇവിടെ വിദ്യാഭ്യാസപരമായി നല്ല ഉയർച്ചയിലേക്ക് വരുന്ന ഒരു തലമുറയെ എങ്ങനെ വാർത്ത. ഒരു കൂട്ടർ പോകുമ്പോ ഒരു കൂട്ടർ വളർന്നു വരുമ്പോ അതിന്റെ പിന്നിൽ പിന്നെ അങ്ങനെയാണ് സമൂഹ സൃഷ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സമൂഹ സൃഷ്ടിയാണ് ഇവിടെ നടക്കുന്നത്. ആ കൂട്ടത്തിൽ ഈ സ്ഥാപനത്തിന്റെ സിലബസ്, അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിൽ നിന്ന് ലഭിക്കുന്ന ഭൗതിക വിദ്യാഭ്യാസം, ഈ സ്ഥാപനത്തിൽ ലഭിക്കുന്ന മതപഠനം, മതപരമായ വിദ്യാഭ്യാസം രണ്ടും കൂടി ചേർന്നിട്ടുള്ള വ്യക്തിത്വം, അവരുടെ ഉച്ചാരണ രീതി, ബാക്കി കാര്യങ്ങൾ, യന്ത്രദേശീയ സ്ഥാപനങ്ങളുമായി സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചു പോകുന്ന കോഴ്സിനും കുട്ടികൾക്കുമൊക്കെ ഉള്ള ബന്ധം, ഇന്റർനാഷണൽ ആയിട്ടുള്ള ബന്ധം, അതൊക്കെ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന അവസരങ്ങൾ, ഇതൊക്കെ പരിഗണിക്കുമ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ ഈ സ്ഥാപനത്തെ സപ്പോർട്ട് ചെയ്യേണ്ടത് സമൂഹത്തിന്റെ കടമയാണ്. യാതൊരു സംശയവും വേണ്ട. ബഹുമാനപ്പെട്ട തങ്ങളുടെ വസതിയിൽ വെച്ചും അതുപോലെ തന്നെ അല്ലാതെയും ഒക്കെ നേരത്തെ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ഈ പ്രശ്നങ്ങളൊക്കെ ഞങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽ കൊടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ നിർവഹിക്കപ്പെടും. യാതൊരു സംശയവും ആ കാര്യത്തിൽ വേണ്ട. സ്ഥാപനം ഉണ്ടാകുന്ന സമയത്ത് സ്ഥാപനം ഉണ്ടായിക്കൊള്ളും. ഇതുവരെ ഈ സ്ഥാപനം ഒന്നും ഉണ്ടാവാതെ ഇരുന്നിട്ടില്ല. അതിൽ വ്യക്തിപരമായി എല്ലാ നിലയിലും വിനീതനായ എന്റെ ഭാഗത്തുള്ള സഹകരണം ഉണ്ടാവും എന്നുള്ളത് ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുക. കാരണം വളരെ അസാധ്യമെന്ന് കരുതിയിരുന്ന ഒരു സമയത്താണ് മർക്കസിന് വേണ്ടി ആദ്യഘട്ടത്തിൽ ഐഡിയ വന്നതും പിരിവ് പോയതും ബാക്കിയുള്ളതൊക്കെ. ആ കാലത്ത് അബുദാബിയിലൊക്കെ ഇവിടെ ആദർശേരിയൊക്കെ ഇവിടെ ഉണ്ട്, അവിടെ പോയി ഹോട്ടലിൽ താമസിക്കലും അതുപോലെ തന്നെ വലിയ സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ ഇവിടെയൊക്കെ ആളുകളുടെ മൂലമൊക്കെ അങ്ങനെ സംഘടിപ്പിച്ച് അങ്ങനെയൊക്കെ നടന്ന് ആ പിരിവിന് വേണ്ടി നടന്ന കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ഞാൻ. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പൊ അങ്ങനെ തീരെ ഇതിനൊന്നും സാധ്യത ഇല്ലാത്ത കാലത്ത് ഈ സ്ഥാപനം ഉണ്ടാക്കാൻ കഴിഞ്ഞു എങ്കിൽ അതിന്റെ അടുത്ത ഘട്ടത്തിലേക്കുള്ള വളർച്ചയിൽ അതിന് ഒരു മുട്ടും ഉണ്ടാവാൻ പോകുന്നില്ല ഇൻഷാ അല്ലാഹ് എന്ന് പറയാനാണ് ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മുടെ സമൂഹത്തിൽ വരുന്ന ഈ നല്ല മാറ്റം കൊണ്ട് രാജ്യത്ത് തന്നെ ഇപ്പൊ നമ്മൾ കാണുന്നുണ്ട്. രാജ്യത്ത് തന്നെ കേരളത്തിൽ നിന്ന് ഇപ്പോ ഇന്ത്യയിലെ പരിതാപകരമായ അവസ്ഥക്ക് ഒരു മോചനം കിട്ടണം എന്നുണ്ടെങ്കിൽ കേരളത്തിൽ നിന്ന് ഇവിടുന്ന് വരുന്ന റിഫൈൻഡായ, ഇവിടുന്ന് വരുന്ന ശിക്ഷണം ലഭിച്ച പഠിച്ച കുട്ടികൾ അവർ വന്ന് ലീഡർഷിപ്പ് കൊടുക്കണം എന്ന് ആളുകൾ പറയാൻ തുടങ്ങി. യുപിയിൽ നിന്ന് പല ആളുകളും വരുമ്പോൾ എന്നോട് പറയുന്നുണ്ട്. അതുപോലെ ബംഗാളിൽ മറ്റ് സംസ്ഥാന നോർത്ത് ഇന്ത്യ ബാക്കിയുള്ള നിങ്ങൾ ലീഡർഷിപ്പ് കൊടുക്കണം, ഇവിടുത്തെ കുട്ടികൾ ലീഡർഷിപ്പ് കൊടുക്കണം, ഇവിടുത്തെ സ്ഥാപനങ്ങൾ ലീഡർഷിപ്പ് കുറെയൊക്കെ ചെയ്യുന്നുണ്ട്, വളരെയധികം ചെയ്യുന്നുണ്ട് ഇപ്പോ. കാരണം എന്താ, അങ്ങനെയാണ് ഒരു ചെറിയ സ്റ്റേറ്റ് ഇന്ത്യ രാജ്യത്തിനും ലോകത്തിനും മുമ്പിൽ ശ്രദ്ധേയമായിരിക്കുകയാണ് ഇപ്പോൾ. ആ ശ്രദ്ധേയമായതിന്റെ കാരണം എന്ന് പറയുന്നത് മർക്കസ് പോലുള്ള സ്ഥാപനമാണ്, നമ്മുടെ ഈ സ്ഥാപനം പോലെയുള്ള സ്ഥാപനമാണ്. അതുപോലെ തന്നെ ദാറുൽഹുദ പോലെയുള്ള സ്ഥാപനങ്ങളാണ്. ഇത്തരം സ്ഥാപനങ്ങൾ ലോക ശ്രദ്ധയിൽ വന്നിരിക്കുകയാണ്. കാരണം അതിന് ആ മറ്റു സംസ്ഥാനങ്ങളും രാജ്യത്തിലുള്ളവർ ഇഷ്ടപ്പെടാൻ തുടങ്ങി. കാരണം ഇവിടുന്ന് പോകുന്ന കുട്ടികളുടെ കഴിവും അവർക്ക് അവസരവും കിട്ടും. ഇനിയിപ്പോ വരാൻ പോകുന്ന സന്ദർഭം എന്ന് പറയുന്നത് നമുക്കറിയാം. ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിച്ച്, ഇസ്ലാമിനെ വക്രീകരിച്ച്, ഇസ്ലാമിനെ ദുർവ്യാഖ്യാനം ചെയ്ത് തീവ്രവാദമായി അവതരിപ്പിച്ച് അങ്ങനെ സിയോണിസ്റ്റുകളുടെയും അതുപോലെ തന്നെ മറ്റു സാമ്രാജ്യവാദികളുടെയും കെണിയിൽപ്പെട്ട് ആരാണ് അവരെ സ്പോൺസർ ചെയ്യുന്നതെന്നുള്ളത് നമുക്കറിഞ്ഞൂടാ.
ചില തീവ്രവാദ സംഘടനകളെ. അത്തരം തീവ്രവാദ സംഘടനകൾ ഇസ്ലാമിന്റെയും മുസ്ലിം സമുദായത്തിന്റെയും നിലനിൽപ്പിന് തന്നെ ഭീഷണിയുണ്ടാക്കുന്ന തരത്തിൽ ലോകത്ത് മുഴുവൻ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ പ്രവർത്തിക്കുന്നതിന്റെ പിറകിൽ ആരാന്നറിയില്ല, അവരെ സ്പോൺസർ ചെയ്യുന്നത് ആരാന്നറിയില്ല. അവിടെയൊക്കെ ഇസ്ലാമിനെ ശരിയായി മനസ്സിലാക്കി അതിനെക്കുറിച്ച് സംസാരിക്കുന്ന ആളുകൾ വരണം. നമുക്കറിയാം, ഇപ്പോ ഈ സോവിയറ്റ് യൂണിയൻ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ഏറെക്കാലം കമ്മ്യൂണിസത്തിലായിരുന്നു, നിരീശ്വരവാദത്തിലായിരുന്നു. ആ രാജ്യങ്ങളൊക്കെ ഒരു നൂറ്റാണ്ട് നിരീശ്വരവാദത്തിൽ ഇരുന്നത് കൊണ്ട് ഇസ്ലാമിനെ കുറിച്ച് അറിയില്ല. മതപരമായ വിദ്യാഭ്യാസം അവിടുത്തെ തലമുറകൾക്കൊന്നും കിട്ടിയിട്ടില്ല. ആ നിർഭാഗ്യം നമുക്ക് വന്നിട്ടില്ല. പക്ഷെ അവിടെ വന്നു, അവിടെ ഇസ്ലാമികമായ ബാലപാഠം പോലും അറിയാത്ത ഒരു 100 കൊല്ലം ജീവിച്ച ആളുകളുള്ള പഴയ മുസ്ലിം രാജ്യങ്ങളാണ് അതൊക്കെ. പഴയ സമർക്കന്തും ബുഖാറയും അതുപോലെ തന്നെ അതുപോലുള്ള ഇസ്ലാമികമായ അന്തരീക്ഷം ഉണ്ടായ രാജ്യങ്ങളൊക്കെ അതിൽ പെട്ടുപോയി, ഈ നിരീശ്വരവാദത്തിൽ പെട്ടുപോയി. അവരെയൊക്കെ ഏതു വഴിക്കും കൊണ്ടുപോവാം. അതുപോലെ തന്നെയാണ് പല യൂറോപ്പിന്റെ അടുത്ത് അഭയാർത്ഥി പ്രവാഹം നടന്നുകൊണ്ടിരിക്കുന്ന രാജ്യസ്ഥിതിയാണ്. ഇസ്ലാമികമായ ശരിയായ പരിജ്ഞാനമില്ല. അവർക്കുള്ളത് കേവലം ഭൗതിക വിദ്യാഭ്യാസവും അതുപോലെ തന്നെ പാശ്ചാത്യ വിദ്യാഭ്യാസവും മാത്രമാണ് പല സ്ഥലത്തും ഉള്ളത്. അതിന്റെയൊക്കെ പ്രശ്നങ്ങൾ അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ലോകത്ത് തന്നെ ശരിയായ രീതിയിൽ തീവ്രവാദമല്ല, ഭൗതികവാദമല്ല, പാശ്ചാത്യവാദമല്ല, ശരിയായ ഇസ്ലാമിക വശം ഇതാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഭൗതിക വിദ്യാഭ്യാസവും ഉച്ചാരണ രീതിയും ഭാഷാപരമായ കഴിവും ഒക്കെയുള്ള മൾട്ടി ലാംഗ്വേജ് സംസാരിക്കുന്ന ആ തരത്തിലുള്ള ആളുകൾ അനവധി ആവശ്യമുണ്ട്. നമ്മുടെ രാജ്യത്ത് തന്നെ പട്ടിണിപ്പാവങ്ങൾ ഒരുപാട് സ്ഥലത്ത് പ്രാഥമിക വിദ്യാഭ്യാസം പോലും കിട്ടാതെ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പുറമെയാണ് ഇപ്പൊ ഗവൺമെന്റ്, കേന്ദ്രത്തിലൊക്കെ ഉള്ള ഗവൺമെന്റിന് ഇത്തരം കാര്യങ്ങൾ ഒരു പ്രയോറിറ്റി അല്ലാതെ പോവുകയാണ്. പുതിയ ഗവൺമെന്റ് വന്നു, പോയ ഗവൺമെന്റാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ ന്യൂനപക്ഷ ക്ഷേമം, അവരുടെ വിദ്യാഭ്യാസം, അവർ പല പരിപാടികൾ അങ്ങനെയുള്ള പലതും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ അതൊന്നും ഒരു പ്രയോറിറ്റി അല്ലാതെ പോവുകയാണ്. അവഗണന പിന്നിൽ തുടരും. ഇവിടെ ഈ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്ഥിതി അത്ര ശുഭകരമല്ല. രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റിന്റെ ഒരു മുൻപിയ പരിഗണനയിലും പ്രയോറിറ്റിയിലും അവർ വരുന്നില്ല. അങ്ങനെ വരുമ്പോ തീർച്ചയായും വലിയ പ്രശ്നങ്ങൾ രാജ്യത്തുണ്ടാവും. അവിടെയൊക്കെ കേരളത്തിന് ലീഡർഷിപ്പ് കൊടുക്കാൻ കഴിയും, നമുക്ക് ലീഡർഷിപ്പ് കൊടുക്കാൻ കഴിയും. അതിനുള്ള കഴിവുള്ള തലമുറ ഇവിടെ വളർന്നു വരുന്നുണ്ട്. ഈ കുട്ടികളൊക്കെ അതിന് കഴിവുള്ളവരാണ്. അപ്പൊ ഇന്റർനാഷണൽ ആയിട്ടുള്ള ബന്ധവും ദേശീയമായ കാഴ്ചപ്പാടും അതേപോലെ തന്നെ അന്തർദേശീയ തലത്തിൽ മുസ്ലിം രാജ്യങ്ങളും ഇസ്ലാമികമായ സംഘടനകളും ഒക്കെ ആയിട്ടുള്ള ബന്ധവും ഭാഷാ കഴിവും ശുദ്ധിയും ഒക്കെ ഉള്ള കുട്ടികളെ ഇവിടെ വളർത്തിക്കൊണ്ടുവരിക എന്ന് പറഞ്ഞത് വളരെ വളരെ പ്രധാനമാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ധാരാളം പ്രസംഗങ്ങൾ ഇവിടെ നടക്കാനുണ്ട്. ബഹുമാനപ്പെട്ട തങ്ങളവരുടെ പ്രസംഗമുണ്ട്. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഈ പ്രവർത്തനങ്ങൾ അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോവുകയാണ്. കേരളത്തിലെ ഈ മർക്കസ് ആരംഭിക്കുമുള്ള സ്ഥിതിയല്ല. ഇന്ന് എല്ലാവർക്കും സാക്ഷരതയുണ്ട്, എല്ലാവർക്കും ഒരുപക്ഷെ IT സാക്ഷരത ഉണ്ട്, എല്ലാവർക്കും കമ്പ്യൂട്ടർ അറിയാം, പുതിയ തലമുറക്ക് എല്ലാവർക്കും സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കാൻ അറിയാം. പക്ഷെ ഒരടുത്ത ഘട്ടമുണ്ട്. അത് കുറച്ചുകൂടി മത്സരപരമായ ഒരു രംഗാണ്. ഇനിയും വളരെ വേഗം മാറ്റങ്ങൾ രാജ്യത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനൊക്കെ റെഡിയായ ഒരു തലമുറയെ നമുക്ക് വാർത്തെടുക്കേണ്ടതുണ്ട്. അപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ സ്ഥാപനത്തിൽ വരേണ്ടതുണ്ട്. അതിന് അടിസ്ഥാന സൗകര്യം വേണം, ബാക്കിയുള്ളത് വേണം, സപ്പോർട്ട് വേണം. നമ്മൾ കുറച്ച് നാട്ടിലെ നാടന്മാരായ ആളുകൾ ഉണ്ടാക്കിയ സ്ഥാപനം ഒരുപക്ഷെ ഒരുപാട് വിദഗ്ധന്മാരെയും പ്രൊഫഷണലുകളെയും സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് അങ്ങേയറ്റം അഭിമാനകരമാണ്. അള്ളാഹു സഹായിക്കട്ടെ. ഈ സ്ഥാപനത്തിന്റെ ഈ മറ്റു പ്രവർത്തനങ്ങൾക്കൊക്കെ എല്ലാവിധ പിന്തുണയും ഒരിക്കൽ കൂടി ആവർത്തിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇവിടെ ഇന്നത്തെ ഈ സെഷൻ അള്ളാഹുവിന്റെ നാമത്തിൽ ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും. നിസ്വാർത്ഥമായ ദീനീ സേവനത്തിന് തുല്യതയില്ലാത്ത മാതൃടിച്ചുകൊണ്ട് കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ ഭാവി പ്രതീക്ഷ വഫിയ കോഴ്സുകളുടെ ദാതാവ് CICക്ക് വേണ്ടി തന്റെ 15 ഏക്കർ ഭൂമി നാഥന്റെ മാർഗത്തിൽ സമർപ്പിച്ച ബഹുമാന്യനായ കാളികാവ് അടക്കാകുണ്ട് ബാപ്പു ഹാജി സാഹിബിനെ വാഫി കുടുംബം ആദരിക്കുന്നതിനു വേണ്ടി ബഹുമാന്യനായ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളെയും ഏറ്റുവാങ്ങുന്നതിനു വേണ്ടി ബഹുമാന്യനായ ബാപ്പു ഹാജിയെയും സാദരം ക്ഷണിക്കുന്നു.
അടുത്തതായി വേദിയിൽ എഫിഷ്യൻസി അവാർഡ് ദാനമാണ് നടക്കുന്നത്. അർഹനായ ഉസ്താദ് ഉസ്മാൻ ഫൈസി കാനാഞ്ചേരി അവർകളെയും അത് നൽകുന്നതിനു വേണ്ടി ബഹുനായ ഹൈദരലി ശിഹാബ് തങ്ങളെയും സാദരം ക്ഷണിക്കുന്നു. വാഫി സംവിധാനത്തിൽ നിന്നും ഊർജ്ജം സംസ്കാരങ്ങളുടെ കളിത്തൊട്ടിലായ ഈജിപ്തിന്റെ മണ്ണിൽ ലോകത്തിന്റെ അഷ്ടദിക്കിലേക്കും ജ്ഞാനപ്രഭ പരത്തി ഉയർന്നു നിൽക്കുന്ന അൽ ഹസർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയ ബഹുമാന്യരായ വാഫിമാരെ ആദരിക്കൽ ചടങ്ങാണ് വേദിയിൽ നടക്കുന്നത്. ആദ്യമായി ഡോക്ടർ ലുക്മാൻ വാഫി അൽ ഹസരി അവർകളെ ഏറ്റുവാങ്ങുന്നതിനായി സാദരം ക്ഷണിക്കുന്നു. നൽകുന്നതിനു വേണ്ടി ബഹുമാന്യനായ തങ്ങൾ അവർകളെയും ക്ഷണിക്കുന്നു. അടുത്തതായി അബ്ദുൽ ജലീൽ വാഫി അൽ ഹസരി അവർകളെ സാദരം ക്ഷണിക്കുന്നു. ഡോക്ടർ ഫൈസൽ വാഫി അൽ അസ്ഹരി അവർകളെ സാദരം ക്ഷണിക്കുന്നു. ആത്മശുദ്ധിയും നേതൃശുദ്ധിയും സംബന്ധിച്ച പാണക്കാട് കൊടപ്പനിക്കൽ തറവാട്ടിലെ കാരണവർ CIC റക്ടർ ബഹുമാന്യനായ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ വേദിയുടെ അധ്യക്ഷത അലങ്കരിച്ചുകൊണ്ട് സംസാരിക്കുന്നതിനു വേണ്ടി സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സമാദരണീയരായ പണ്ഡിത വൈദ്യർ, ബഹുവന്തരായ സാദാത്തുക്കൾ, നമ്മുടെ അന്തേവാസികളായ ഇവിടുത്തെ വിദ്യാർത്ഥിനികൾ, ബഹുവന്യരായ രക്ഷിതാക്കൾ, സമാദരണീയരായ കാളികാവ് ബാപ്പു ഹാജി, അദ്ദേഹത്തെ പോലെയുള്ള നമ്മുടെ ഉദാരമതികളായ വ്യക്തിത്വങ്ങൾ, അതുപോലെ തന്നെ ഈജിപ്തിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസം നേടി നമുക്ക് അഭിമാനകരമായ ഒരു പ്രതിഭകളായി മാറിയ നമ്മുടെ ഇവിടുത്തെ ആദരിച്ച ഇവിടുത്തെ പ്രതിഭകൾ, അതുപോലെ തന്നെ ഈ സ്ഥാപനത്തെ സഹായിക്കുന്ന ഇതിന്റെ സഹായികൾ, ഉസ്താദന്മാർ, ഭാരവാഹികൾ, സംഘാടകർ, വാർത്താ മാധ്യമ പ്രവർത്തകർ, മറ്റ് സഹോദരന്മാർ, ഇന്ന് നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ ഒരു കുടുംബ സംഗമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അർഹാം അസംബ്ലി ഇങ്ങനെയുള്ള ഒരു സംരംഭം ഇവിടെ നടത്തുവാൻ വേണ്ടി നാം ലക്ഷ്യം വിട്ടിട്ട് കുറച്ച് കാലങ്ങളിലുമായി ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച്, അതുപോലെ തന്നെ നമ്മുടെ ഈ സ്ഥാപനത്തെ സംബന്ധിച്ച്
അതിനോട് സഹകരിച്ചുകൊണ്ട് സഹായിക്കുന്ന വ്യക്തിത്വങ്ങളെ സംബന്ധിച്ചെല്ലാം ഇവിടെ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ കേരളീയർ ഏറ്റവും ഭാഗ്യവാന്മാരാണ് എന്ന് ഇങ്ങനെയുള്ള ഈ സംരംഭങ്ങളും വിദ്യാഭ്യാസ മേഖലയിലെ ഇത്തരത്തിലുള്ള ഒരുമിച്ചുകൂടലും നമുക്ക് കാണുമ്പോൾ പറയാൻ നമുക്ക് ഇവിടെ ധാരാളം സ്ഥാപനങ്ങൾ ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയായിരുന്നു. അല്ലെങ്കിൽ വിജനപ്രദേശമായിരുന്നു നമ്മുടെ ഈ മർക്കസ് സ്ഥാപനം നിലകൊള്ളുന്ന കാർത്തല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇതിന്റെ പൂർവികരായ ഇതിന്റെ സ്ഥാപക നേതാക്കന്മാർ ഇതിനുവേണ്ടി ഇവിടെ തന്നെ നമുക്ക് ഈ സ്ഥാപനം വേണമെന്ന് അവരുടെ നാവുകൊണ്ട് പറഞ്ഞ നമ്മുടെ ഉസ്താദുമാർ, സാദാത്തുക്കൾ, അതുപോലെ തന്നെ ഉമറാക്കൾ, അവരൊരിക്കലും നമുക്ക് മറക്കാൻ സാധിക്കുകയില്ല. അവരുടെ എല്ലാവരുടെയും പേര് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പലരും മരണപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അള്ളാഹു അവർക്ക് മർഹമത്തും മാഫ്റത്ത് നൽകുമാറാകട്ടെ. എന്നും അവർക്ക് ഈ സന്താനങ്ങളുടെ പ്രാർത്ഥന ഉണ്ടായിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. വളരെ ദീർഘവീക്ഷണത്തോടുകൂടി ആണ് ഈ സ്ഥാപനം ഇവിടെ ഉടലെടുത്തത്. അതോടുകൂടി തന്നെ ഒരു വെള്ളി വെളിച്ചം, വിജ്ഞാനത്തിന്റെ പ്രകാശം ഇവിടെയും നമ്മുടെ കേരളത്തിലും കേരളത്തിന് പുറത്തും മറ്റു രാഷ്ട്രങ്ങളിലും ഉണ്ടായി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇവർ മറ്റ് രാഷ്ട്രങ്ങളിൽ പോകുമ്പോൾ അവിടെയുള്ള ആളുകളെല്ലാം തന്നെ മൂക്കത്ത് കൈവരിച്ചുകൊണ്ട് എങ്ങനെയാണ് ഇവരെല്ലാം ഞങ്ങളെപ്പോലും വെല്ലുന്ന രീതിയിലുള്ള അറബി ഭാഷ വശമാക്കിയെന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് ഈ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികൾ മാറിയത് തന്നെ നമുക്ക് അവർക്ക് ചെയ്ത ആ സഹായങ്ങളും സംഭാവനകളും നമുക്കിവിടെ ഒരു മുതലായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതൊട്ടും ഇവിടെ വൃദ്ധയാവുകയില്ല, മറിച്ച് അത് ഫലമുള്ള, എന്നും നമുക്ക് വേരുള്ള ഒരു സ്ഥാപനങ്ങളായി മാറിക്കഴിഞ്ഞിരിക്കുക. ഇന്നും പല പ്രദേശങ്ങളിലും നമ്മുടെ കേരളത്തിൽ തന്നെ മറ്റ് ജില്ലകളിൽ പോലും ഞങ്ങൾക്കും വേണം ഒരു വാപ്പി സ്ഥാപനം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു സ്ഥാപനമുണ്ട്, അല്ലെങ്കിൽ ഇവിടെ ഒരു അറബി കോളേജുണ്ട്, അല്ലെങ്കിൽ മറ്റ് സ്ഥാപനം അവിടെ വാഫി കോഴ്സ് തുടങ്ങുവാൻ ഞങ്ങൾക്ക് നിങ്ങൾ അനുവാദം തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് പല ആളുകളും നമ്മുടെ സ്ഥാപനത്തിൽ എത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ ഇവിടത്തിന്റെ മേധാവികൾ പോയിക്കൊണ്ട് അവിടെ പരീക്ഷിക്കുന്നു. അവിടെ അത് പറ്റുമോ എന്ന് വളരെയധികം പരീക്ഷിച്ചതിന് ശേഷം അവർക്ക് അനുവദിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് നമ്മുടെ ഈ സ്ഥാപനത്തിലുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇവിടെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ വാപ്പുഹോജി, ഈ സ്റ്റേജിലുള്ള പല ഉദാരമതികളായ ആളുകളും നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി വലിയ വലിയ സംഭാവന ചെയ്യാൻ തയ്യാറായ ആന്മാരാണ്. അവർക്കെല്ലാം അല്ലാഹു അതിന്റെ അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് ഈ തരുണത്തിൽ ഞാൻ പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ വാപ്പുഹാജി അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ ഒട്ടും ചിന്തിക്കാതെ എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചുകൊണ്ട് അവിടെ കാണിച്ചു കൊടുത്ത് ആ സ്ഥലം ഇതിനു വേണ്ടി സംഭാവന ചെയ്ത മഹത് വ്യക്തിത്വമാണ് അദ്ദേഹത്തിന്. അല്ലാഹു എല്ലാ വിധത്തിലുള്ള പ്രതിഫലവും നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. അധികമായതും ഈ സന്ദർഭത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഒട്ടനവധി സ്ഥാപനങ്ങൾ നമ്മുടെ കേരളത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്ന്
ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഏത് സ്ഥാപനം തുടങ്ങിയാലും അവിടെ എല്ലാവരും കുട്ടികളുടെ തിരക്കാണ്. ഇങ്ങോട്ട് തന്നെ ഈ വാപ്പി സ്ഥാപനത്തിലേക്ക് ഓരോ വർഷ ആരംഭത്തിലേക്കും കണ്ണോടിക്കുമ്പോൾ പല ആളുകളും എന്റെ കുട്ടിക്ക് അവിടെ ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു സീറ്റ് വേണം എന്ന് പറഞ്ഞുകൊണ്ട് ശുപാർശയ്ക്ക് വേണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ വിചാരിച്ച പോലെ തന്നെ അവരെ സ്വീകരിക്കുവാനുള്ള ഒരു അവസ്ഥ നമുക്കുണ്ടാകാതെ പോകുന്നതിൽ വളരെ ദുഃഖമുണ്ട് എന്നാണ് ഞാൻ ഈ സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. അതേപോലത്തെ നമ്മുടെ കുട്ടികൾ അവരെയും പഠിപ്പിക്കുവാൻ വേണ്ടി വഫിയ, ഇനിയും വഫിയ സ്ഥാപനം നമുക്ക് ആവശ്യമുണ്ട്. അതിനുവേണ്ടിയും നാം ഇവിടെ സജ്ജമാക്കിക്കൊണ്ട് സ്ഥാപനങ്ങൾ തുടങ്ങാൻ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളാണ് എന്ന് ഈ തരുണത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് ഈ തരുണത്തിൽ ഞാൻ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ആ പെൺകുട്ടികൾ പഠിച്ച് മറ്റുള്ളവർക്ക് അതേപോലെ തന്നെ വളർന്നു വരുന്ന തലമുറയെ അവരെ വിദ്യാസമ്പന്നരാക്കി വാർത്തെടുക്കും വലിയ പങ്ക് വഹിക്കുന്നത് നമ്മുടെ കുടുംബിനികളാണ്, അതേപോലെ തന്നെ നമ്മുടെ സഹോദരിമാരാണ് എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇതൊക്കെ നമുക്ക് വലിയ ഭാഗ്യമാണ്. ഈ സന്ദർഭത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അധികമായൊന്നും ഞാൻ ഈ തരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് എല്ലാവരും ഇവിടെ വന്ന് നമ്മുടെ ഈ ലക്ഷ്യം സാക്ഷാത്കരിക്കു വേണ്ടി വന്ന എല്ലാവരെയും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഈ കൂടലിനെ, ഈ ഇരിക്കത്തെ അല്ലാഹു അവന്റെ പൊരുത്തത്തിൽ ആക്കി തീരുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അല്ലിൽ മഹയാത്തുൽ ഇസ്ലാം വൈമാദുദ്ദീൻ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് എന്ന വാക്യം പറഞ്ഞുകൊണ്ട് ഇന്നാ ഫതഹ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ ഈ അധ്യക്ഷ പ്രസംഗം ഞാൻ ഇവിടെ സമർപ്പിച്ചതായി പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മർകസു തർബിയത്തുൽ ഇസ്ലാമിയ വാഫി കോളേജ് PG ഹലാറ ഡിപ്പാർട്ട്മെന്റ് മേധാവി ഉസ്താദ് കുട്ടി വൈഫി മഞ്ഞപ്പെട്ടി രചിച്ച ഖിലാഫത്തിന്റെ 30 സംവത്സരങ്ങൾ എന്ന കൃതി ബഹുമാന്യനായ സയ്യിദ് ഐബദ് അലി ശിഹാബ് തങ്ങൾ, മർകസിന്റെ ബഹുമാന്യനായ ജനറൽ സെക്രട്ടറി ആദർശേരി ഹംസകുട്ടി ബാക്കവി ഉസ്താദ് അവർക്ക് നൽകി പ്രകാശന കർമ്മം നിർവഹിക്കുന്നു. ഇരുവരെയും സാദരം സവിനയം ക്ഷണിക്കുന്നു. ബഹുമാനനായ ഉസ്താദ് ഉസ്മാൻ ഫൈസി കാനാഞ്ചേരിക്ക് നൽകിയ എഫിഷ്യൻസി അവാർഡിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് സുഹൈൽ വാപ്പി സംസാരിക്കുന്നു. സാദരം സവിനയം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരെ, ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളുടെ തിരുകരങ്ങളാൽ ഉസ്മാൻ ഫൈസി കാനാഞ്ചേരിക്ക് നൽകപ്പെട്ട 1,00,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന എഫിഷ്യൻസി അവാർഡ് ജായിസത്തുൽ കഫാഅ എന്താണ് എന്ന് വാഫി കുടുംബത്തെ പരിചയപ്പെടുത്താനാണ് എനിക്ക് 2 മിനിറ്റ് അനുവദിക്കപ്പെട്ടിരിക്കുന്നത്. വാഫി ഖത്തർ ഓർബിറ്റ് മുൽത്തഖൽ ഔഫിയ ബിദ്ദോഹ ഖത്തർ ഏർപ്പെടുത്തിയ ഈ അവാർഡ് നമ്മൾ CIC വാഫി കുടുംബത്തിനകത്ത് അഹോരാത്രം അതിന്റെ ഉന്നമതിക്ക് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ കണ്ടെത്തി അവർക്ക് പ്രോത്സാഹനം നൽകുന്നതിന് വേണ്ടി ഏർപ്പെടുത്തിയിട്ടുള്ളതാണ്. ഞാനടക്കമുള്ള നമ്മൾ ഈ വാഫി കുടുംബത്തിലെ ഓരോ അംഗങ്ങളും നമ്മുടെ ഈ കുടുംബത്തിന്റെ ബാഹുല്യവും വികാസവും കണ്ട് കൺകുളിർക്കുന്ന ഈ നേരത്ത് ഈയൊരു ഉയർച്ചയിലേക്ക് വാഫി സംവിധാനത്തെ കൊണ്ടുവരുന്നതിൽ പലരും മറക്കപ്പുറത്ത്, തിരശ്ശീലകൾക്കപ്പുറത്ത് ഒരുപാട് അധ്വാനം ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട അധ്വാനങ്ങളായിരുന്നു, സംഭാവനകളായിരുന്നു ഉസ്മാൻ ഫൈസി ഉസ്താദിന്റേത്. ഈ 46 കോളേജുകളുടെ പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടേതും അടക്കമുള്ള 46 കോളേജുകളുടെ സെമസ്റ്റർ എക്സാമുകൾ, ഒരു വർഷത്തിൽ 2 പ്രാവശ്യം നടക്കുന്ന 160 വിഷയങ്ങളിൽ നടക്കുന്ന പരീക്ഷകൾ, ഓരോ വർഷവും നടക്കുന്ന എൻട്രൻസ് എക്സാമുകൾ, ഇവയൊക്കെ
ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കുന്നത് മുതൽ വാല്യുവേഷൻ മുതൽ അതിന്റെ ടാബുലേഷൻ വർക്കുകളും എല്ലാം വളരെ ചിട്ടയോടുകൂടിയും വളരെ നിഷ്കർഷയോടുകൂടിയും നടത്തിയത് കൊണ്ടാണ് ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം എന്ന നിലയിൽ വാഫിക്ക് ഇത്രയും ഉയർച്ചയിലേക്ക് പോകാൻ സാധിച്ചത്. അദ്ദേഹത്തിന്റെ അതിന്റെ പിന്നിലുള്ള നിശബ്ദമായ സംഭാവനകളെ നമ്മുടെ കൺമുമ്പിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു എളിയ ശ്രമമായിരുന്നു എഫിഷ്യൻസി അവാർഡ്. ഈ അവാർഡ് ഇൻഷാ അല്ലാഹ് വരും വാഫി ഫെസ്റ്റുകളിൽ എല്ലാ വർഷങ്ങളിലും ഞങ്ങൾ ഖത്തറിൽ നിന്ന് കൊടുക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. വാഫിക്കുള്ളിൽ നിന്ന് പ്രവർത്തിക്കുന്ന ആളുകളെ, പ്രത്യേകിച്ചും പുതിയ തലമുറയിൽ നിന്നൊക്കെയുള്ള ആളുകൾ എല്ലാം അർപ്പിച്ചുകൊണ്ട് സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അവർ പ്രോത്സാഹനവും അംഗീകാരവും പിന്തുണയും അർഹിക്കുന്നുണ്ട്. അവരെ കണ്ടെത്തുകയാണ് ലക്ഷ്യം. ഈ അവാർഡിനെ കുറിച്ചുള്ള വിശദ വിവരങ്ങൾ ഇംഗ്ലീഷിലും അറബിയിലുമുള്ള ബ്രോഷർ നമ്മുടെ സ്വാഗത സംഘം ഓഫീസിൽ നിന്ന് ഓരോ കോളേജിന്റെയും ബന്ധപ്പെട്ട ടീം മാനേജേഴ്സ് കൈപ്പറ്റണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അതേ പുറമെ efficiency.blogspot.com എന്ന വെബ്സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വിശദമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അടുത്ത വർഷങ്ങളിലേക്കുള്ള നാമനിർദ്ദേശ പത്രിക നോമിനേഷൻ ചെയ്യാനുള്ള സൗകര്യവും അതിൽ നിന്ന് നിങ്ങൾക്ക് ലഭ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഖിർ ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ഹലോ. 46 കോളേജുകളിലെ 4000-ഓളം വാഫി വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളും അധ്യാപകരുമടങ്ങുന്ന MPTA കമ്മിറ്റി രൂപീകരണമാണ് ഇനി വേദിയിൽ നടക്കാനിരിക്കുന്നത്. റഹ്മാൻ ഫൈസി സാദിഖ്. നമ്മുടെ സ്ഥാപനങ്ങൾ നമ്മുടെ മക്കളെ സംരക്ഷിച്ചു പോരാണ്. രക്ഷിതാക്കൾ സ്ഥാപനങ്ങളുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. CIC-യുടെ അല്ലെങ്കിൽ വാഫി കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം കൂടി ഈയിടെയായി കോളേജ് തല MPTA-കൾ നിലവിൽ വന്നിട്ടുണ്ട്. മാനേജ്മെന്റ് പാരന്റ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ. രക്ഷിതാക്കളും കമ്മിറ്റി ഭാരവാഹികളും ടീച്ചേഴ്സും അടങ്ങുന്ന MPTA. ഇങ്ങനെ 46 കോളേജുകളിൽ നിന്ന് ഉണ്ടായിട്ടുള്ള MPTA-കളെ അവയിൽ നിന്ന് CIC തല MPTA നിലവിൽ വരികയാണ്. അത് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി റഹ്മാൻ ഫൈസി സാഹിബ് ക്ഷണിക്കുന്നു. ഒരു സ്വർണ്ണാഭരണം കിട്ടിയിട്ടുണ്ട് ഒരു ഒഫിയകളുടെ ഭാഗത്ത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനപ്പെട്ട സാദാത്തുക്കളെ, പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട ഈ കൂട്ടായ്മ വാഫി സംവിധാനത്തിന് ഏറ്റവും വലിയ വിജയമാണെന്നാണ് ഇന്ന് നമുക്കെല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുള്ളത്. അർഹാം അസംബ്ലിയിലൂടെ നമ്മുടെ ഉസ്താദുമാര്, വിദ്യാർത്ഥികള്, രക്ഷിതാക്കള്, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും ഇവിടെ സംബന്ധിച്ചപ്പോൾ ഇതൊരു വലിയ സംഭവമാക്കാനും നമ്മുടെ ഭാവിയെക്കുറിച്ച് നമുക്ക് തന്നെ ഇരുന്ന് ചിന്തിക്കാനുമുള്ള ഒരു അവസരമായി ഇൻഷാ അല്ലാഹ് നമ്മുടെ ഭാവി ഭാസുരമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സാധിപ്പിച്ചു തരുമാറാവട്ടെ. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഈ കൂട്ടായ്മ ഒരിക്കലും തന്നെ നഷ്ടപ്പെടുത്താതെ കൊണ്ടുപോകണമെന്നാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അനുസരിച്ച് നമ്മുടെ മാനേജ്മെന്റും രക്ഷിതാക്കളും അതുപോലെ തന്നെ ഉസ്താദുമാരും ഉൾക്കൊള്ളുന്ന ഒരു സ്ഥിരം സംവിധാനം ഇവിടെ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള നേതാക്കന്മാർ അത് ഇവിടെ പ്രഖ്യാപിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. അതിനുവേണ്ടി ഒരു സ്ഥിരം സമിതി, അതിന്റെ പ്രസിഡന്റായി ബഹുമാനപ്പെട്ട സയ്യിദ് ഷാവുൽ ഹമീദ് തങ്ങൾ PSH തങ്ങൾ പരപ്പനങ്ങാടിയെ
ഇവിടെ നേതാക്കൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഞാനതിവിടെ അറിയിക്കുകയാണ്, പ്രഖ്യാപിക്കുകയാണ്. വെങ്ങപ്പള്ളി വാഫി കോളേജിന്റെ രക്ഷിതാവ് എന്ന നിലക്കാണ് അദ്ദേഹം ഈ വലിയ രംഗത്തേക്ക് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിന്റെ ജനറൽ സെക്രട്ടറിയായി ഇറങ്ങുന്ന സെന്നക്കാറ്റിന്റെ ഉജ്ജ്വലവാഗ്മിയും പ്രഭാഷകനും പണ്ഡിതനുമായ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടം, അദ്ദേഹത്തെ ഇതിന്റെ ജനറൽ സെക്രട്ടറിയായി നേതാക്കൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഞാനിതോടെ പ്രഖ്യാപിക്കുകയാണ്. മർക്കസ് വളാഞ്ചേരി മർക്കസിലാണ് അദ്ദേഹത്തിന്റെ 2 വിദ്യാർത്ഥികൾ, 2 സന്താനങ്ങൾ, ഒന്ന് വാഫിയിലും ഒന്ന് ഓഫിയയിലും പഠിക്കുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ സ്ഥാനത്തേക്ക് നിയോഗിക്കപ്പെട്ടത് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ ട്രഷററായി സയ്യിദും സിരിയാർ ജീഞ്ഞും അദ്ദേഹത്തിന്റെ കുട്ടിയും മർക്കസിൽ പഠിക്കുന്നുണ്ട്. ഇങ്ങനെ ഇവരെല്ലാം വാഫി കോളേജിൽ പഠിക്കുന്നുണ്ട്. വേറെയും വാഫി കോളേജുകളുണ്ടല്ലോ. അങ്ങനെ 46 കോളേജുകളുടെ സംഗമമാണല്ലോ ഇത്. എല്ലാം വാഫി സംവിധാനമാണ്. മർക്കസും അതിനോടനുബന്ധിച്ചുള്ളത് എല്ലാം ഈ സംവിധാനത്തിന്റെ കൂട്ടായ്മയാണ്. അത് നിലനിർത്തുന്നതിന് വേണ്ടി ഈ 3 പേരെ നേതാക്കളാക്കിക്കൊണ്ട് മാത്രം ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇനി വർക്കിംഗ് സെക്രട്ടറിമാർ, വർക്കിംഗ് കമ്മിറ്റി ചേർന്ന് അതിനുശേഷം ഭാരവാഹികളെ ജനറൽ ബോഡിയിൽ വെച്ച് തെരഞ്ഞെടുക്കാം എന്നാണ് തീരുമാനിച്ചത്. വർക്കിങ്ങിന് വേണ്ടി ഒരു വർക്കിംഗ് കമ്മിറ്റി വേണ്ടിയല്ലോ. ഈ വർക്കിംഗ് കമ്മിറ്റി ഉണ്ടാക്കലും മറ്റും ജനറൽ ബോഡിയിൽ വെച്ചാണ് തീരുമാനിക്കുക. വഫിയ സ്ഥാപനങ്ങൾ നൽകുന്ന ഈ 2 പ്രതിനിധികളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ജനറൽ ബോഡി ഉണ്ടാക്കുക. ആ വഫിയ സ്ഥാപനങ്ങൾ നൽകുന്ന ആ ഈ 2 പ്രതിനിധികൾ ഉൾപ്പെടുന്ന ജനറൽ ബോഡി വിളിക്കും. അതിൽ വെച്ച് വർക്കിംഗ് കമ്മിറ്റിയും മറ്റ് ഭാരവാഹികളെയും തെരഞ്ഞെടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ അറിയിക്കുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ സംവിധാനം വിജയപ്രദമാക്കി തരുമാറാവട്ടെ. അല്ലാഹുവിൽ അർപ്പിച്ചുകൊണ്ട് ഞാൻ വാഗ്ദാനമിടുന്നു. ഇനി ഇവിടെ ഈ നമ്മുടെ അർഹാൻ അസംബ്ലിയിൽ ആശംസ അർപ്പിച്ചുകൊണ്ട് ബഹുമാന്യനായ സയ്യിദ് ഷാവുൽ ഹമീദ് തങ്ങൾ PSH തങ്ങൾ പരപ്പരങ്ങാടി നിങ്ങളെ അഭിസംബോധന ചെയ്യും. അതിനായി സാദരം ക്ഷണിക്കും. സയ്യിദുനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വേദിയിലുള്ള പണ്ഡിത ശ്രേഷ്ഠുക്കൾ, സാദാത്തുക്കൾ, ഉമറാക്കൾ, എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി സമൂഹം, പ്രിയപ്പെട്ട ഉമ്മമാരെ, പങ്ങന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്രതീക്ഷിതമായിട്ടാണ് MPTയുടെ പ്രസിഡന്റ് സ്ഥാനം ഈ ഉള്ളവനിൽ ഏൽപ്പിച്ചിട്ടത്. അള്ളാഹു ഭാരിച്ച ഉത്തരവാദിത്വം ഒരു നല്ല നിലയിൽ നിർവഹിക്കമാറെ എന്നാദ്യമായി പ്രാർത്ഥിക്കുകയാണ്. ഏത് സമയത്തും വളാഞ്ചേരി മർക്കസിന് വേണ്ടിയിട്ടും അതുപോലെ വാഫി കോളേജുകൾക്കെല്ലാം തന്നെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഉണ്ടായിരിക്കും എന്നുകൂടി അറിയിച്ചുകൊണ്ട് അവസരം കൂടുതൽ പറയുന്നില്ല. സർവശക്തനായ അല്ലാഹു നമ്മൾ ഈ കൂടിയതിനെയും പിരിയലിനെയും ഒരു സാലിഹാമലാക്കി സ്വീകരിക്കുമാറാകട്ടെ. അവന്റെ മാറി കൊണ്ട് നിർത്തി ആശകം കൊണ്ട് ഷിയാറ്റ് ലീഡർ CP സൈദലവി സാഹിബ് സംസാരിക്കുന്നു. അദ്ദേഹത്തെ സാദരം ക്ഷണിക്കുന്നു. ബഹുമാന്യരായ ഉസ്താദുമാരെ, സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെയും കേരള മുസ്ലിങ്ങൾ സ്വാധീനിക്കുന്ന ലോകത്തെങ്ങുമുള്ള മുസ്ലിം സമാജത്തിന്റെയും ഭാവി ഭാഗതയെ നിർണ്ണയിക്കുന്നതിൽ നിർണായകമായ സ്വാധീന ശക്തിയാവാൻ കഴിവുള്ള ഒരു സദസ്സാണിത്. നിശ്ചയമായും ഇപ്പോൾ മലപ്പുറം ജില്ല 70% മുസ്ലിങ്ങൾ അധിവസിക്കുന്ന ജില്ലയാണ്. വളരെ സൗകര്യപൂർവമായ ജീവിതം ഈ ജില്ലക്ക് ഉള്ളിലുണ്ട്. ഏതാണ്ട് കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെയും സാമൂഹിക സാഹചര്യം ഇത്രയും സുരക്ഷിതമാണ്. പക്ഷേ കേരളത്തിന് പുറത്തുള്ള മുസ്ലിങ്ങൾ എങ്ങനെ കഴിയുന്നു എന്ന ഒരു ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്. അങ്ങനെ ഇരിക്കലും 120 കോടി ജനങ്ങൾ അധിവസിക്കുന്ന ഒരു രാജ്യത്തെ സമുദായം, ജനവിഭാഗം, മതവിഭാഗം എന്ന നിലയിൽ നമ്മൾ എങ്ങനെ
മറ്റുള്ളവരുമായി സഹകരിച്ചും യോജിച്ചും മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന ചോദ്യങ്ങളുടെ ഉത്തരവുണ്ട്. ഇതെല്ലാം ചേർന്ന ഒന്നാണ് ഇവിടെ നടക്കുന്ന ഈ അർഹാം അസംബ്ലി. വാഫി, വഫിയ എന്നീ ഭിന്നങ്ങളിലൂടെ നാളെ എങ്ങനെ കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ കുടുംബാന്തരീക്ഷത്തെ, ജീവിതത്തെ മാറ്റാൻ കഴിയുമെന്ന പരിശോധന എന്ന പഠനം ഈ കാലങ്ങളിലൂടെയും അനുബന്ധമായി നടക്കുകയാണ്. ഞാൻ ദീർഘമായി പറയുന്നില്ല, ഒരൊറ്റ കാര്യം. തുർക്കിയിലെ മുസ്തഫ കമാൽ പാഷയുടെ വരവോടുകൂടി പിന്നീടുണ്ടായ നൂറ്റാണ്ട് കാലത്തോളം ഇസ്ലാമിന്റെ എല്ലാ അടയാളങ്ങളും അവസാനിക്കുകയായിരുന്നു. അവിടെ തലപ്പാവ് ധരിക്കാൻ പാടില്ല, പെണ്ണുങ്ങൾ തലമറക്കാൻ പാടില്ല, പള്ളികളുടെ വിചാരമില്ല, ബാങ്കുവിളിയില്ല, അറബി ഭാഷയില്ല, ഇസ്ലാമിക പഠനമില്ല, എല്ലാം നിഷേധിക്കപ്പെട്ടു. നൂറ്റാണ്ടിലും കഴിഞ്ഞു. പതുക്കെ പതുക്കെ ഇസ്ലാം തിരിച്ചു വരികയാണ്. ആ തിരിച്ചു വരുന്ന സമയത്ത് നിസ്കാരം പാടില്ലാത്ത, അറബി ഭാഷ പാടില്ലാത്ത, ബാങ്കുവിളി പാടില്ലാത്ത, ഹിജാബ് പാടില്ലാത്ത ആ നാട്ടിൽ, തുർക്കിയിൽ എവിടെയും നൂറ്റാണ്ടിന് ശേഷം ഇസ്ലാം തിരിച്ചു വരുമ്പോൾ ഒരു 10 വയസ്സുകാരൻ കുട്ടി എത്ര ഈണത്തിലാണ് ഖുർആൻ ഓതുന്നത്, ഒരു 12 വയസ്സുകാരി പെൺകുട്ടി എത്ര മനോഹരമായാണ് ഹിജാബ് ധരിച്ച് അവൾ സ്കൂളിലേക്ക് പോകുന്നത്, എത്ര മനോഹരമായിട്ടാണ് ചെറിയ ചെറിയ കുട്ടികൾ ബാങ്ക് വിളിക്കുന്നത്. എവിടെ നിന്ന് കിട്ടി ഈ കുട്ടികൾക്ക് ഈ ഇസ്ലാം? ഒരു 65 വയസ്സുള്ള ആൾ ചെയ്യുകയാണെങ്കിൽ മനസ്സിലാക്കാം അയാൾ 50 വയസ്സിന് 50 കൊല്ലം മുമ്പ് അയാൾ കുട്ടിയായിരുന്നു, കുട്ടിക്കാലത്ത് പഠിച്ച് ഇസ്ലാമുണ്ടെന്ന്. ഈ കുട്ടികൾക്ക് പഠിക്കാൻ ഇസ്ലാമില്ലായിരുന്നു ആ നാട്ടിൽ. പക്ഷേ അവർ ഇസ്ലാമിനെ സൂക്ഷിച്ചു, ഇസ്ലാമിനെ കൈമാറി കിട്ടി. അത് അവരുടെ വീടുകൾക്കുള്ളിൽ നിന്നായിരുന്നു, അവരുടെ കുടുംബങ്ങൾക്കുള്ളിൽ നിന്നായിരുന്നു. അവരുടെ വീടുകളാണ്, കുടുംബമാണ് ഇസ്ലാമിനെ കാത്തു സൂക്ഷിച്ചത്. ആ കുടുംബത്തിന്റെ സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത്. അങ്ങനെയൊരു കുടുംബം ഈ അർഹാം അസംബ്ലി, വാഫി കുടുംബം, വാഫിയെ സ്നേഹിക്കുന്നവർ, വാഫികളുടെ ബന്ധുക്കൾ, വാഫിയുടെ കുടുംബക്കാർ, വാഫിയുടെ അഭിനയാംശകൾ, അവരെ സ്നേഹിക്കുന്നവർ, നാളെ അവരെ പിന്തുടരുന്നവർ. നാളെ കേരളത്തിലെ മുസ്ലിം സമുദായം നിങ്ങളുടെ പിന്നിലുണ്ടാവും. നിങ്ങളായിരിക്കും ഈ സമുദായത്തെ നയിക്കുക, നിങ്ങളായിരിക്കും ഈ സമുദായത്തിന് വഴി കാണിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് മാത്രമേ ഇത് വിദ്യാഭ്യാസം നൽകാൻ മുസ്ലിം സമുദായത്തിൽ ഒരുപാട് സംഘടനകളുണ്ട്, അത് മതവിദ്യാഭ്യാസം നൽകുന്ന സംഘടനകളുണ്ട്. പക്ഷേ സമസ്ത കേരള ജമീയത്തുൽ ഉലമ എന്ന് പറയുന്ന കേരളത്തിലെ മുസ്ലിം ബഹുജന സാമാന്യത്തിന്റെ ബഹുഭൂരിപക്ഷത്തിന്റെയും ഏറിയ പങ്കിന്റെയും ആധികാരിക പഠന സഭയായ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തുൽ ഉലമ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് നൽകിയിട്ടുള്ളത് അറിവ് മാത്രമല്ല, അതിന്റെ കൂടെ ആത്മീയതയും കൂടിയാണ്. അറിവും ആത്മീയതയും ചേർന്ന ഒരു സംസ്കാരത്തെയാണ് കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് നൽകിയത്. അതിന്റെ നന്മയാണ് കേരളമെന്നും മുത്തുറഞ്ഞു നിൽക്കുന്നത്. അതിന്റെ സ്വാധീന ശക്തിയായിട്ടാണ് ലോകമെന്നും ഈ മുസ്ലിം സമുദായം, മലയാളി മുസ്ലിം ദീപഗോപുരങ്ങളായി തീരാൻ നമ്മുടെ കുട്ടികൾക്ക് കഴിയട്ടെ. അതിനെ അങ്ങനെ നയിക്കാൻ ഇവിടെ കൂടിയിട്ടുള്ള അവരുടെ രക്ഷിതാക്കൾക്കല്ല, നമ്മൾക്കെല്ലാവർക്കും ഈ കുട്ടികൾക്ക് സ്നേഹം നൽകി, പ്രചോദനം നൽകി, ഊർജ്ജം നൽകി അവരുടെ ഭാവിയിലേക്കുള്ള പ്രയാണ രീതിയിൽ ഇന്ധനമായി തീരാൻ നമ്മൾക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ അർഹാം അസംബ്ലിയെ ആശംസിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. CIC എക്സാമിലെ റാങ്ക് ഹോൾഡേഴ്സിനുള്ള അവാർഡ് ദാനമാണ് നടക്കുന്നത്. ഒരു കാര്യം നിങ്ങളെ അറിയിക്കണം. സ്ത്രീകള് ധാരാളമായിട്ട് ഇന്ന് എത്തിയിട്ടുണ്ട് എന്നത് ശരിയാണ്. പക്ഷേ നാളെ കാലത്ത് ഉച്ചവരെ വനിതാ സമ്മേളനം നടക്കുകയാണ്. നാളെ തമാശ കലർത്തി പറഞ്ഞാൽ പുരുഷന്മാർക്ക് ഈ ക്യാമ്പസിലേക്ക് പ്രവേശനമില്ല. സ്ത്രീകൾ മാത്രം 100% സ്ത്രീകളാൽ അഥവാ നമ്മുടെ വഫിയ കോഴ്സിന്റെ ഫലമായി ഉണ്ടായിട്ടുള്ള മക്കളാൽ കേരള ചരിത്രത്തിൽ മുഖ്യധാര മുസ്ലിം സമൂഹം നമ്മൾ നടത്തുന്ന ആദ്യ വനിതാ സമ്മേളനം നടക്കുകയാണ്. അതിന്റെ എ ടു സെഡ് അലിഫ് തൊട്ട് യാ വരെയുള്ള കാര്യങ്ങൾ ഈ വേദിയിൽ വെച്ച് നടക്കും. കേരളത്തിന്റെ മന്ത്രി വിജയലക്ഷ്മി, MG യൂണിവേഴ്സിറ്റിയുടെ പ്രൊവിസി ഷീന ഷുക്കൂർ തുടങ്ങിയിട്ടുള്ള പ്രമുഖ സ്ത്രീ വ്യക്തിത്വങ്ങൾ അതിൽ പങ്കെടുക്കും. വഫിയകളുടെ ഗംഭീര പ്രഭാഷണങ്ങൾ ഉണ്ടാകും. ബെസ്റ്റ് ഇൻ ഫെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികളുടെ കലാസാഹിത്യ മത്സരങ്ങളിലെ തെരഞ്ഞെടുക്കപ്പെട്ട ഇനങ്ങളുടെ പ്രദർശനമുണ്ടാകും. പെണ്ണുങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള കവാലി ഉണ്ടാകും. നമ്മുടെ സ്ത്രീകൾക്ക്
സ്ത്രീകളുടേതായ ലോകമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. അവരെ പ്രൊമോട്ട് ചെയ്യാനും ശാക്തീകരിക്കാനുമാണ് നമ്മൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രഭാഷണ വേദികളും ദീനി ചടങ്ങുകളുമൊക്കെ ഇസ്ലാമിനും നമ്മുടെ പഴമക്കും സുന്നത്ത് ജമാഅത്തിനും തൽക്കാലം ബുദ്ധിമുട്ടുകൊണ്ടാണെങ്കിലും ഏറെ വിരുദ്ധമായ രീതിയിൽ സ്ത്രീ പുരുഷ സങ്കലനം ഇടകലരൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. സാധ്യമാകുന്ന സമയത്ത് സ്ത്രീകൾക്ക് വേണ്ട പാണ്ഡിത്യം സ്ത്രീകളിൽ നിന്ന് തന്നെ ഉണ്ടാവുകയും സ്ത്രീകൾക്ക് വേണ്ട പ്രഭാഷണങ്ങളും ഉത്തേജനങ്ങളും സംശയ നിവാരണങ്ങളും മറ്റു കാര്യങ്ങളും സ്ത്രീകൾ തന്നെ നിർവഹിക്കുന്ന സ്ത്രീകളുടെ ഒരു ലോകം, നാളെ പുരുഷന്മാർക്ക് പ്രവേശനമില്ലാത്ത സ്ത്രീകളുടെ ഒരു ലോകമാവുകയാണ് ഈ ക്യാമ്പസ്. അങ്ങനെ നമ്മൾ കൂടുതൽ പഴമയിലേക്കും കൂടുതൽ സുന്നത്ത് ജമാഅത്തിന്റെ രീതികളിലേക്കും തിരിച്ചു പോകണമെന്ന് ആഗ്രഹിച്ച് നാളെ നമ്മുടെ വനിതാ സമ്മേളനം നടക്കുകയാണ്. വളരെ സ്വാഭാവികമായിട്ട് ഇവിടെ ഒരുപാട് കാര്യങ്ങളുള്ളതുകൊണ്ട് വളരെ ഒതുങ്ങി കെട്ടിടങ്ങൾക്കുള്ളിൽ ഇവിടുത്തെ കുറച്ച് വിദ്യാർത്ഥികളും അധ്യാപകരും ഉണ്ടായേക്കാം. ഇവിടെ ഈ ക്യാമ്പസ് മൊത്തം സ്ത്രീകൾ നിയന്ത്രിക്കുകയും മറ്റു സ്ഥാപനങ്ങളൊക്കെ ഈ ഒരു കാര്യത്തിന് വേണ്ടി നാളെ കൂടി അവധിയാക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതൊരു സംഭവമാക്കണം. അങ്ങനെ നമുക്ക് നമ്മുടെ ദീനീ രീതികൾ കൂടുതൽ ഈ കേരളത്തിൽ നമുക്കിടയിൽ നടപ്പാക്കണം. സ്ത്രീകൾക്ക് പ്രസംഗിക്കാൻ കഴിയും, സ്ത്രീകൾക്ക് അവരുടേതായ കലാലോകമുണ്ട്, ആസ്വാദന തലമുണ്ട്, അവർക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും. 5-8 കൊല്ലമായി വഫിയ സംവിധാനം നടത്തിപ്പോരുമ്പോ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം, സ്ത്രീകൾക്ക് അവരുടേതായ വലിയൊരു ലോകമുണ്ട്. ആ ലോകത്ത് പുരുഷന്റെ ലോകത്ത് വിജയിക്കുന്നതിൽ കൂടുതൽ വിജയിക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. ഒരുപാട് പറയാൻ പറ്റും, സമയം വിശാലമല്ല. കഴിഞ്ഞ ഇയർ പരീക്ഷയിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഉസ്താദന്മാർക്കറിയാം ബൈളാവി പരീക്ഷ എഴുതിയപ്പോ, കിതാബ് ഓതുന്ന ആളുകൾക്കറിയാം ബൈളാവി എത്ര കടുകട്ടി ഖുർആൻ തഫ്സീറാണ് എന്ന്. ബൈളാവി പരീക്ഷയിൽ പുരുഷന്മാരെ കടത്തിവെട്ടി പെൺകുട്ടികൾ പരീക്ഷ എഴുതിയ ഞാനും നിങ്ങളും സന്തോഷം കൊണ്ട് കണ്ണു നിറയ്ക്കേണ്ട കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫത്ഹുൽ മുഈൻ ദർസ് നടത്തുന്ന, തഫ്സീർ ദർസ് നടത്തുന്ന, മിഷ്കാത്ത് ദർസ് നടത്തുന്ന മുസ്ലിമും മഹല്ലിയും ബൈളാവിയും മോദി പരീക്ഷകളിൽ പുരുഷനെ കടത്തിവെട്ടുന്ന പെൺകുട്ടികളുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അവർ സാമൂഹിക സേവനം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീകളുടെ ലോകത്ത് തീർത്തും ഒതുങ്ങി അവർ സാമൂഹിക സേവനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രജ്ഞേറ്റ് കിടക്കുന്ന കിഴവികളെ ചെന്ന് സഹായിക്കാൻ, അവർക്ക് വൃത്തിയും ശുദ്ധിയും വരുത്തിക്കൊടുക്കാൻ, അവർക്ക് വേണ്ട ആതുര സേവനങ്ങൾ നൽകാൻ വരെ സാമൂഹിക സേവനം നിർബന്ധമാക്കിയ ഈ വ്യവസ്ഥിതിയുടെ ഭാഗമായി പെൺകുട്ടികൾക്ക് സാധിക്കുകയാണ്. അങ്ങനെ പെണ്ണുങ്ങളുടെ ഒരു ലോകമുണ്ട്. ഞാൻ വിനീതമായി പറയുന്നു, ഇന്ന് പെണ്ണുങ്ങളുമായി വന്ന ആളുകളാണ് നിങ്ങൾ. നമ്മൾ 2 വർഷത്തിൽ ഒരിക്കലല്ലേ ഒന്ന് പ്രയാസപ്പെടാൻ തീരുമാനിക്കുക. ഈ സ്ത്രീജനത്തിന് ആത്മവിശ്വാസം നൽകാൻ നമ്മൾ തയ്യാറാവുക. ഇന്നിപ്പോ അർഹാം അസംബ്ലിക്ക് അഥവാ ഞായറാഴ്ച വന്ന് പ്രയാസപ്പെട്ട് ഇനി നാളും കൂടി വരാൻ കഴിയില്ല എന്ന് നിങ്ങൾ പറയരുത്. പെണ്ണുങ്ങളൊക്കെ വരണം. പെണ്ണുങ്ങൾക്ക് വരാനുള്ള സൗകര്യം നിങ്ങൾ ആണുങ്ങൾ ഒരുക്കി കൊടുക്കണം. കുട്ടികൾ അവരുടെ രക്ഷിതാക്കൾ വീടിലെ സ്ത്രീകളെ വിളിച്ചു വരുത്തണം. നിങ്ങൾ അറിയുന്ന പെണ്ണുങ്ങളെയൊക്കെ അറിയിക്കണം. അങ്ങനെ നാളെ ഇവിടെ ഒരു സ്ത്രീ സാഗരമായി തീരണം. അങ്ങനെ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതകൾ രംഗത്ത് വരുന്ന ആ വലിയ കാഴ്ച കണ്ട് നമുക്ക് കണ്ണ് കുളിർക്കണം. പെണ്ണുങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന കാര്യം, അവർ സ്വാഗതം പറയുന്നു, അവർ നന്ദി പറയുന്നു, അവർക്ക് അവരുടേതായ കലാസ്വാദനം ഒക്കെ തീർക്കുന്ന വലിയ പരിപാടി. അത് വിജയിപ്പിക്കാൻ നിങ്ങൾ മുന്നിട്ടിറങ്ങണം, നിങ്ങൾ പ്രചരിപ്പിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യണമെന്ന് ഈ സമയത്ത് ഞാൻ വളരെ വിനീതമായി നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. പറഞ്ഞ കാര്യം നിങ്ങളുടെ ഓർമ്മയിലുണ്ടാകും. നിങ്ങളുടെ ഓഫറുകൾ, വാഗ്ദാനങ്ങൾ ഇതൊരു പിരിവല്ല. ഇത് നമ്മുടെ കുട്ടികൾക്ക് നമ്മളെ തന്നെ ആശ്രയിച്ച്, മറ്റുള്ളവർ ഒരുപാട് ആശ്രയിക്കാതെ, പണ്ടൊരിക്കൽ ഞങ്ങൾ ഏതോ ഒരു പ്രദേശത്തുകൂടി ഈ മർക്കസിന് ഒരുപാട് സേവനങ്ങൾ ചെയ്ത അറബിയെ കൊണ്ടുപോകുകയായിരുന്നു. അപ്പോ ആരോ പറഞ്ഞു അവരുടെ നാട്ടിൽ എന്തൊക്കെ ഉണ്ടാക്കണമെന്ന്. അറബി ചോദിച്ചു, ഈ വന്നയാൾ അറിയുന്നയാൾ ചോദിച്ചു, ഇയാൾക്ക് തന്നെ കഴിയുമല്ലോ. അല്ല, അറബികൾ ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. നമ്മൾ അറബികൾ ചെയ്യട്ടെ, മറ്റുള്ളവർ ചെയ്യട്ടെ, അല്ലെങ്കിൽ മുന്നിൽപ്പെട്ട ആളുകൾ പിരിച്ചുണ്ടാക്കി ചെയ്യട്ടെ എന്ന് വിചാരിക്കാതെ സ്വാശ്രയത്വം, നമ്മളെ മാത്രം ആശ്രയിക്കുന്ന സ്ഥിതിവിശേഷം, നമ്മുടെ മക്കൾ ആരുടെയും ദാക്ഷിണ്യം പറ്റാതെ അവർ തിന്നുന്നത്, അവർ പഠിക്കുന്നത്, അവർ ഉടുക്കുന്നത്, കിടക്കുന്നത് നമ്മുടെ ചെലവിൽ ആക്കി തീർക്കണം. അതിനുവേണ്ട സേവനമാണ്. ഞങ്ങളുടെ
മക്കൾക്ക് പഠിക്കാനുള്ള സൗകര്യമല്ലേ? അതിനെന്തിനാ ഒരുപാട് ആൾക്കാരെ തേടി നടക്കുന്നത്? 6 കോടി റുപ്യ കണ്ടെത്തുക എന്ന് പറയുന്നത് വലിയ ആനക്കാര്യമൊന്നുമല്ല. ഇന്നത്തെ കാലത്ത് ഞാനും നിങ്ങളും തിരിച്ചറിയുന്നുണ്ട്, നമ്മുടെ വീട്ടിൽ നമ്മൾ കാശ് കണ്ടവരെ കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മുടെ വീട്ടിൽ അലങ്കാരം പോരാത്തത് കൊണ്ട് മകന്റെ റൂം, എന്റെ റൂം, അതിൽ ബാത്റൂമില്ല, അതിന് സ്വന്തമായി അതില്ല ഇതില്ല, സൗകര്യങ്ങൾ കൂട്ടാനും ലക്ഷങ്ങളും കോടികളും ഇറക്കാനും നമുക്കൊരു പ്രയാസമില്ല. അപ്പൊ നമുക്ക് അതിന് സാധിക്കും. അള്ളാഹുവിന്റെ ദീനിന് 1000 റുപ്യ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ ഇരിക്കുന്ന സദസ്സിൽ ഒരു 10,000 രൂപ ഒന്നുകിൽ സ്വന്തമായിട്ട് അല്ലെങ്കിൽ അവന്റെ വൃത്തത്തിൽ നിന്ന് അവൻ അറിയുന്നവരിൽ നിന്ന് സംഘടിപ്പിച്ചവിടെ എത്തിക്കാൻ സാധിക്കാത്ത ആരാണുള്ളത്? അതിന് തീരുമാനിക്കുകയാണെങ്കിൽ ഇതിന് ചട്ടിയും കലവും എടുത്തിറങ്ങേണ്ട ഒരു കാര്യം ഉണ്ടാവില്ല. ഈ കൂടിയ ആളുകൾ 10,000 രൂപ വീതം എങ്ങനെങ്കിലും പ്രൊജക്ട് പൂർത്തിയാകുന്നതിനനുസരിച്ച് ജൂണിന്റെ മുമ്പ് ഘട്ടം ഘട്ടമായി തീരുമ്പോ, ഈ ജൂണാണ് കേട്ടോ, എത്തിക്കുകയാണെങ്കിൽ എന്തൊരു സമാധാനമാണ്. ഞങ്ങൾ ചട്ടിയായിട്ട് ഇറങ്ങണ്ട, നിങ്ങളെ മക്കൾ ഇറങ്ങണ്ട, നിങ്ങൾക്കതിന് സാധിക്കും. പെണ്ണുങ്ങൾക്ക് സാധിക്കും, ആണുങ്ങൾക്ക് സാധിക്കും. ഈ സംവിധാനം ഇങ്ങനെയൊക്കെ ആയിത്തീരുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടായിത്തീരണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മറ്റു ചടങ്ങുകളിലേക്ക് കടക്കുന്നു. അസ്സലാമു അലൈക്കും. റാങ്ക് ഹോൾഡേഴ്സിനുള്ള അവാർഡ് ദാനം നിർവഹിക്കുന്നത് ബഹുമാന്യനായ PHS തങ്ങൾ പരപ്പനങ്ങാടി. അവാർഡ് ഏറ്റുവാങ്ങുന്നതിനു വേണ്ടി ആദ്യമായി PG സെക്കൻഡ് ഇയറിൽ റാങ്ക് കരസ്ഥമാക്കിയ അഹമ്മദ് ഷുഹൈബ്, ദാറുൽ ഉലൂം തൂത. കൂടെ കണ്ണൂർ ജില്ലാ വാഫി സൗഹൃദ കൂട്ടായ്മ അവൽ നൽകുന്ന ക്യാഷ് അവാർഡും ഒപ്പം നൽകുന്നു. രണ്ടാമതായി നൌഷാദ് മുനീർ KKHM വളാഞ്ചേരി, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹദീസ്. മൂന്നാമതായി ലബീബ് P KKHM വളാഞ്ചേരി, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഐഡിയോളജീസ്. ഉനൈസ് അലി വെങ്ങപ്പള്ളി, ഷംസുൽ ഉലമ വെങ്ങപ്പള്ളി. മുഹമ്മദ് ഹസൻ KKHM വളാഞ്ചേരി മർക്കസ്. മുഹമ്മദ് അഫ്സൽ ബാഫക്കി കോളേജ് വളവന്നൂർ. മുഹമ്മദ് ഹാഷിബ് KKHM വളാഞ്ചേരി മർക്കസ്. ഇനി PG ഫസ്റ്റ് ഇയറിൽ നിന്നും ഉള്ള റാങ്ക് ഹോൾഡേഴ്സ് അബ്ദുൽ ജലീൽ KKHM വളാഞ്ചേരി മർക്കസ്, അബ്ദുൽ ഖാദിർ PP KKHM വളാഞ്ചേരി മർക്കസ്, മുഹമ്മദ് അബ്ദുൽ ഹഫീവ് KKHM വളാഞ്ചേരി മർക്കസ്, അഹമ്മദ് ഷമീം KKHM വളാഞ്ചേരി മർക്കസ്, മുഹമ്മദ് ഇസ്ഹാഖ് KKHM വളാഞ്ചേരി മർക്കസ്, നൌഫൽ P KKHM വളാഞ്ചേരി മർക്കസ്, അബ്ദുള്ള ബാഫക്കി വളവന്നൂർ. ഇനി ആലിയ ഘട്ടത്തിൽ തംഹീദിയ ഘട്ടത്തിൽ റാങ്ക് ഹോൾഡേഴ്സ് സുഹൈൽ KKHM വളാഞ്ചേരി മർക്കസ്, അബ്ദുൽ ഹക്കീം KT ബാഫക്കി വളവന്നൂർ, അബ്ദുൾ റഹൂഫ് EV ദാറുസ്സലാം തിരൂർ, അബ്ദുൽ ഷുക്കൂർ MT PMSA കാട്ടിലങ്ങാടി, അഷ്റഫ് KP അശ്വഹദ മാമ്പ, മുഹമ്മദ് ഷബീർ CC അൽ മക്തൂം മൂന്നാക്കൽ, ഖത്തർ KMCCയുടെ ദീർഘകാല പ്രസിഡന്റായിരുന്ന ബഹുമാനനായ PHSS തങ്ങൾ പരപ്പനങ്ങാടിയാണ് അവാർഡ് ദാനം നിർവഹിച്ചത്.
തങ്ങൾക്ക് 1000 നന്ദികൾ അർപ്പിക്കുന്നു. അടുത്തതായി വേദിയിൽ പ്രകാശന കർമ്മം നടക്കുകയാണ്. വളവന്നൂർ ബാഫക്കി ഇസ്ലാമിക് ആൻഡ് ആർട്സ് കോളേജ് ലെക്ചറർ ഇസ്ഹാഖ് ഉദവി രചിച്ച തസ്ഹീലുൽ മുഖ്തസബ് ഫി തൗളീഹിൽ മുഖ്തവം എന്ന ഗ്രന്ഥം പ്രകാശന കർമ്മം നിർവഹിക്കുന്നു. PHS തങ്ങൾ ഇബ്രാഹിം തിരുവട്ടൂരിന് പിന്നണിയിലെ പിതൃവിശേഷങ്ങൾ മുഹമ്മദ് കുളത്തുപുഴ പുത്തഞ്ചിറ MIC ലെക്ചറർ രചിച്ച പിന്നണിയിലെ പിതൃവിശേഷങ്ങൾ എന്ന ഗ്രന്ഥം പ്രകാശനം നിർവഹിക്കുന്നു. എന്റെ റമദാൻ അനുഭവം ചൊക്ലി MTM ബാഫി കോളേജ് തംഹിദിയ 2ാം ക്ലാസ് വിദ്യാർത്ഥികൾ രചിച്ച എന്റെ റമദാൻ അനുഭവങ്ങൾ ചികഞ്ഞെടുത്ത ചിന്തകൾ അജ്മല തസ്ലീം അൽവൈസ് വഫിയ കോളേജ് വിദ്യാർത്ഥി രചിച്ച കവിതാ സമാഹാരം MIC അത്താണിക്കൽ സ്ഥാപനത്തിലെ സ്റ്റുഡൻസ് യൂണിയൻ തയ്യാറാക്കിയ ഇംഗ്ലീഷ് സപ്ലിമെന്റ് ബീക്കൺ KPS വാവൂർ ഇമാം ഷാഫി വാഫി കോളേജിലെ ലെക്ചറർ KPS വാവൂർ രചിച്ച ഞങ്ങൾ ഹിജാബിനെ പ്രണയിച്ചു. അൽവൈസ് വഫിയ കോളേജിലെ ഖദീജ യു രചിച്ച അറബി കവിതാ സമാഹാരം. വളാഞ്ചേരി മർക്കസിലെ വഫിയ വിദ്യാർത്ഥിനികളുടെ അറബി ഇംഗ്ലീഷ് മലയാളം ഭാഷകളിൽ രചിച്ച മികച്ച കവിതകളുടെ സമാഹാരം അകം. KKHM ആലിയ 2ാം ക്ലാസ് വിദ്യാർത്ഥി അബ്ദുള്ള സലീം അമ്പലക്കണ്ടിയുടെ പ്രഭാഷണ DVD എല്ലാം നൽകുന്നതിനു വേണ്ടി ബഹുമാന്യനായ മർക്കസ് സെക്രട്ടറി ഉസ്താദ് അംസബുദ്ദി ബാക്കവി ആദിർശരി അവர்களைയും അത് ഏറ്റുവാങ്ങുന്നതിനു വേണ്ടി അസീസ് ഹാജി പുത്തഞ്ചിറ അവர்களைയും സാദരം ക്ഷണിക്കുന്നു. പറയപ്പെട്ട മുഴുവൻ ഒന്നിച്ചുള്ള പ്രകാശനമാണ് നടക്കുന്നത്. അല്ലാഹു അക്ബർ. ഇനി തീർന്നില്ലേ? ഇനി നമ്മൾ പിരിയുകയാണ്. ഒറ്റ കാര്യ ബാക്കിയുള്ളൂ. അഹമ്മദ് ഫൈസി അവരുടെ നന്ദി പ്രകടനം ഒരു 5-10 മിനിറ്റ് കൂടൂല ഇൻഷാ അല്ലാഹ്. അഹമ്മദ് ഫൈസിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. വേദിയിലെ ബഹുമാന്യരായ ഉസ്താദുമാരെ, നേതാക്കളെ, സദസ്സിലിരിക്കുന്ന ആദരണീയരായ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ഈ കുടുംബ സംഗമം അതിന്റെ അവസാനത്തിലേക്ക് നീങ്ങുകയാണ്. നാം വലിയ സ്വപ്ന പദ്ധതികൾക്ക് സാക്ഷിയായിക്കൊണ്ടാണ് ഇൻഷാ അല്ലാഹ് ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നത്. ഈ സംഗമം വിളിച്ചറിയിക്കുന്ന മഹത്തായ ഒരു സന്ദേശം അല്ലാഹുവിന്റെ വിശുദ്ധ ദീനിനെ സഹായിക്കാൻ, അല്ലാഹുവിന്റെ വിശുദ്ധ ദീനിനെ ഉയർത്തിപ്പിടിക്കാൻ താൽപര്യമുള്ള ഒരു വലിയ തലമുറ ഭൂമിയിൽ ആവേശത്തോടെ ജീവിച്ചിരിക്കുന്നു എന്നതാണ്. ഈ സംഗമം പുണ്യപ്രവാചകന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം പാതിരാ കണ്ണുനീരിനുള്ള ഒരുത്തരമായിട്ട് കാണാൻ ഈ വിനീതൻ ആഗ്രഹിക്കുകയാണ്. പുണ്യപ്രവാചകൻ പാതിരാ സമയത്ത് എഴുന്നേറ്റ് നിന്ന് കണ്ണീരോടുകൂടി പാരായണം ചെയ്ത് ദീർഘനേരം നമസ്കരിച്ചതിനെക്കുറിച്ച് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. നിന്ന് നമസ്കരിച്ചു, കരഞ്ഞുകൊണ്ട് താടിരോമം നനയും വരെ, സുജൂദിൽ വീണു അല്ലാഹുവിന്റെ റസൂൽ, മണ്ണ് കുതിരും വരെ കരഞ്ഞു.
അങ്ങനെ സുബ്ഹിന്റെ സമയമായ നേരം ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനെ നമസ്കാരത്തിന് ക്ഷണിക്കാൻ വന്ന നേരം ചുടുകണ്ണീരോടുകൂടി പ്രാർത്ഥനയിൽ ഏർപ്പെട്ടു നിൽക്കുന്ന പുണ്യനബിയെ കണ്ടപ്പോ സങ്കടത്തോടെ ചോദിച്ചു, പ്രവാചകരെ, അങ്ങെന്തിനാണ് ഇങ്ങനെ കരയുന്നത്? അങ്ങേക്ക് കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ എല്ലാ പാപങ്ങളും അല്ലാഹു പൊറുത്തു തന്നിട്ടില്ലേ, പിന്നെന്തിന് അങ്ങിങ്ങനെ കരയണം എന്ന്. ആ നേരം അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ മറുപടി, വൈഹക് യാ ബിലാൽ, ബിലാലെ നിനക്കെന്തറിയാം ബിലാലെ, ഇന്നെനിക്ക് അവതരിച്ച സൂക്തമേതാണെന്നറിയുമോ? ആകാശലോകങ്ങളുടെ അത്ഭുതങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ ആഹ്വാനം ചെയ്യുന്ന ആയത്തോതിക്കൊടുത്തുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നത്, ബിലാലെ, നിനക്കെന്തറിയാം എനിക്കിന്ന് അവതരിച്ച സൂക്തമേതാണെന്നറിയുമോ? ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ്. ആകാശലോകങ്ങളുടെ ഭൂമിയുടെ സൃഷ്ടിപ്പിൽ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. തികച്ചും ശാസ്ത്രീയമായിട്ടുള്ള സന്ദേശങ്ങളെ ഊന്നിപ്പറയുന്ന ഈ ആയത്തോതിയിട്ട് എന്തിനാണ് വിശ്വപ്രവാചകൻ കരഞ്ഞത് എന്ന ഒരു ചോദ്യമുണ്ടിവിടെ. പാതിരാസമയത്ത് കണ്ണീരൊലിപ്പിച്ച് കരഞ്ഞത് എന്ന ഒരു ചോദ്യമുണ്ടിവിടെ. നമ്മളിവിടെ സമന്വയ വിദ്യാഭ്യാസമാണ് മക്കൾക്ക് നൽകുന്നത്. ചിലരെങ്കിലും ഒരുപക്ഷെ വിചാരിക്കുന്നുണ്ടാകും, ഭൗതിക വിദ്യാഭ്യാസം കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഈ പരിപാടി ആഖിറത്തിന്റേത് മാത്രമാവുകോ എന്ന്. ആഖിറത്തിന്റേത് മാത്രമാകുമോ എന്ന ആ സംശയത്തിന്റെ മറുപടി കൂടിയാണ് പുണ്യപ്രവാചകന്റെ ഈ കണ്ണുനീരിലുള്ളത്. കരഞ്ഞുകൊണ്ട് ഈ സൂക്തമാല ഓതുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ലോകത്തെ തെര്യപ്പെടുത്തുന്ന ഒരു കാര്യം, ആകാശലോകങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു തലമുറ ഇവിടെ ഉണ്ടാകണം എന്ന് തന്നെയാണ്. കാരണം പിന്നീട് ആ സൂക്തമോദി കേൾപ്പിച്ച ശേഷം ബിലാൽ ഇബ്നു റബാഹയോട് പറയുന്ന വാക്ക്, ഈ സൂക്തം ആരെങ്കിലും പാരായണം ചെയ്യുകയും അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുകയും ചെയ്താൽ അവന് നാശം എന്നാണ്. വൈലുൽ ലിമൻ ഖറഅ ഹാദിഹിൽ ആയ വലം യതഫക്കറു ഫീഹാ. ഈ ആയത്തിനെ പാരായണം ചെയ്യുകയും അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുകയും ചെയ്യുന്നവന് നാശം. ആകാശത്തെക്കുറിച്ച് ചിന്തിക്കാൻ, ഭൂമിയെക്കുറിച്ച് ചിന്തിക്കാൻ സാധിക്കുന്നത് ആർക്കാണെന്ന് ഈ വിശുദ്ധ ഖുർആന്റെ വാക്യം പറയുന്നുണ്ട്. അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖൂദൻ വഅലാ ജുനൂബിഹിം. നിന്നുകൊണ്ട്, ഇരുന്നുകൊണ്ട്, കിടന്നുകൊണ്ട് എല്ലാം അല്ലാഹുവിനെ കുറിച്ച് ഓർക്കുന്ന ഒരു തലമുറ. അല്ലദീന യദ്കുറൂനല്ലാഹ്, അല്ലാഹുവിനെ ഓർക്കുന്ന തലമുറ. ആ തലമുറ ഇങ്ങനെ ആകാശലോകത്തെക്കുറിച്ച് ചിന്തിക്കുന്നു എന്ന് പറയുമ്പോൾ ഇന്ന് ഗോളശാസ്ത്രത്തെക്കുറിച്ച് പഠിക്കേണ്ടത് ആരാണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരമെന്താ? നമ്മളിൽ നിന്ന് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. ഭൗതിക വിദ്യാഭ്യാസത്തെ മറ്റൊരു മേഖലയിലേക്ക് വശം ചേർത്തി അത് വേറെ ഏതോ ഒരു വിഭാഗത്തിനുള്ളതാണ് എന്ന് മുസ്ലിം ലോകം വെറുതെ ഒരു വേള ചിന്തിച്ചുപോയെന്ന് ആശങ്കപ്പെടുമാറ് വിധം ഭൗതിക ലോകത്തെ മുഴുവനും മറ്റു ആളുകൾ കൈയടക്കി വെച്ചിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. അത് മുസൽമാന്റെ കൂടി ധർമ്മമാണ്. പാതിരാ സമയത്ത് പുണ്യപ്രവാചകന്റെ കണ്ണുനീർ നമ്മോട് ആഹ്വാനം ചെയ്യുന്നതാണ്. അള്ളാഹുവെ കുറിച്ച് നിന്നും ഇരുന്നും കിടന്നും ആലോചിക്കുന്ന തലമുറ, അവരാണ് ആകാശലോകത്തെക്കുറിച്ചും ഭൂമിയിലെ ഭൗതിക വിസ്മയങ്ങളെക്കുറിച്ചും ചിന്തിച്ച് അവസാനം അവരെന്ത് പറയുമെന്നറിയുമോ? റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില. അള്ളാഹുവെ, ഇതൊന്നും നീ നിരർത്ഥകമായി പടച്ചതല്ലല്ലോ. സുബ്ഹാനക ഫഖ്നാ അദാബന്നാർ. അതുകൊണ്ട് നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു അല്ലാഹ്. നീ ഞങ്ങളെ നരകത്തിൽ നിന്ന് കാക്കേണമേ എന്ന് ആ ഒരു ആഹ്വാന പ്രകാരം അതിന് ശിരസാ വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ മഹാവിദ്യാപീഠത്തിന്റെ കുടുംബമാകാൻ എത്തിച്ചേർന്നവരാണ് നാം. നമ്മൾ ഈ കാലഘട്ടത്തിൽ ഉണർന്ന് പ്രവർത്തിക്കുമ്പോൾ എന്ത് നടക്കാൻ പോകുന്നു എന്ന് ചോദിച്ചാൽ മാനവികതയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച,
മനുഷ്യ സ്നേഹത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ച, മനുഷ്യകുലത്തെ നന്മയുടെ വഴിയിലേക്ക് നയിക്കാൻ പോകുന്ന ഒരു തലമുറയെ പണി തീർക്കുന്ന മഹത്തായ സംരംഭത്തിന്റെ ഭാഗമാകാൻ വന്നു ചേർന്നവരാണ് നാം എന്ന ബോധമുണ്ടാകണം. ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ നമ്മളുടെ പ്രവേശികക്കപ്പുറത്ത്, കവാടത്തിന്റെ അപ്പുറത്ത് നോക്കിയാൽ കാണുന്ന മനോഹരമായ ബിൽഡിങ്ങുകളുടെ സമുച്ചയത്തിന്റെ ചിത്രം, കാളികാവിൽ വരാൻ പോകുന്ന ആ ഒരു പ്രൊജക്ടിന്റെ ചിത്രമുണ്ട്. അവിടെ പൂവണിയാൻ പോകുന്നത് ഒരു തലമുറയുടെ നേർപാത വെട്ടിപ്പടിക്കാൻ പോകുന്ന മഹത്തായ ചിന്തകളുടെ കേന്ദ്രമാണ് എന്ന ഒരു വിശേഷം അതിനുണ്ട്. ഒരുപക്ഷെ നാം എത്ര വൈഭവത്തോടെ അതിനെ പണി തീർത്താലും അതിന് താജ്മഹലിന്റെ ഭംഗി ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷേ അതിനകത്ത് പാതിരാവുകളെപ്പോലും പകലുകളാക്കി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ രൂപപ്പെടുത്താൻ പോകുന്നത് വലിയ ഒരു തലമുറയാണ്. അതിന് താജ്മഹലിനേക്കാൾ ഭംഗിയുണ്ടാകും, അതിന് കുത്തബ് മിനാറിനേക്കാൾ ഔന്നത്യമുണ്ടാകും, അതിന് മാനവികതയെ സംരക്ഷിക്കാനുള്ള ചെങ്കോട്ടയേക്കാളും കരുത്തുണ്ടാകും. അങ്ങനെയുള്ള ഒരു തലമുറയെ പണിയാൻ നാം ഒരുമിച്ച് സ്വപ്നം കാണുകയും ഒരുമിച്ച് ആഗ്രഹിക്കുകയും ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ വിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പണ്ഡിത കുലത്തിന്റെ ദൗത്യത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ പണ്ഡിത കുലത്തെക്കുറിച്ച് അത് അംബിയാ മുർസലീങ്ങളുടെ പിന്മുറക്കാരാണ്, അനന്തരാവകാശികളാണ് എന്ന് അവകാശപ്പെടുന്നുവെങ്കിൽ ആ പ്രവാചകന്റെ ദൗത്യം എന്തായിരുന്നുവെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ തെര്യപ്പെടുത്തുന്ന ഒരു വിഷയമുണ്ട്. അതെന്താണെന്നറിയുമോ? وَيَضَعُ عَنْهُمْ إِصْرَهُمْ وَالْأَغْلَالَ الَّتِي كَانَتْ عَلَيْهِمْ. ഈ പ്രവാചകന്റെ പ്രത്യേകത അത് ജനങ്ങളുടെ പ്രാരാബ്ദങ്ങളെ ഇറക്കി വെക്കുന്നയാളാണ്. ഈ പ്രവാചകന്റെ പ്രത്യേകത അവരെ വരിഞ്ഞു മുറുക്കിയിട്ടുള്ള ചെങ്ങലക്കെട്ടുകളിൽ നിന്ന് മോചിപ്പിക്കുന്നയാളാണ്. അങ്ങനെയുള്ള ഒരു പ്രവാചകന്റെ അനന്തരാവകാശികളാകണം വളർന്നു വരുന്ന ഈ തലമുറ എന്ന നിലക്ക് നാട്ടാർക്ക്, രാജ്യത്തിന്, ജനങ്ങൾക്ക് എല്ലാം ഉപകരിക്കുന്ന പരിശുദ്ധമായ വ്യക്തിത്വത്തിന്റെ ഉടമകളാകണം അടുത്ത തലമുറ എന്ന നിലക്ക് നാം ഈ യാത്ര ആരംഭിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെയായിരുന്നു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അള്ളാഹുവിന്റെ റസൂൽ പാവപ്പെട്ടവനെ കാണാനുള്ള കണ്ണ് വേണമെന്ന് ഈ തലമുറയെ ബോധിപ്പിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഭൗതിക കലാലയങ്ങളിൽ നാം നമ്മുടെ മക്കളെ കണ്ണിനെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ടാകും, കണ്ണിന്റെ റെറ്റിനയെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ടാകും, കോർണിയയെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ടാകും. പക്ഷേ കണ്ണുനീരിലടങ്ങിയിട്ടുള്ള ലവണാംശങ്ങളെക്കുറിച്ചും പഠിപ്പിക്കുന്നുണ്ടാകും. കരയുന്ന മനുഷ്യന്റെ കണ്ണുനീര് കാണാനുള്ള മനസ്സ് അത് കൊടുക്കുന്നതിൽ നമ്മൾ തുലോം പിറകോട്ട് പോയിട്ടുണ്ട്. ഈ വിദ്യാഭ്യാസം എന്തുദ്ദേശിക്കുന്നു എന്ന് ചോദിച്ചാൽ കണ്ണിനെ കുറിച്ച് മാത്രമല്ല, കരയുന്നവന്റെ കൽബിനെ കാണാനുമുള്ള മനസ്സ് നൽകുകയാണ് ഈ വിദ്യാഭ്യാസം. അഥവാ യഥാർത്ഥ മനുഷ്യനെ രൂപപ്പെടുത്തുന്ന തനത് വിദ്യാഭ്യാസം അതാണ്. അത് കാലാകാലങ്ങളിൽ നിലനിൽക്കണോ ആഗ്രഹിക്കേണ്ടതും തീരുമാനിക്കേണ്ടതും ഈ തടിച്ചുകൂടിയ ജനാവലിയാണ് എന്ന് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഒരു കഥ പറഞ്ഞു കേട്ടിട്ടുണ്ട്. സൂര്യൻ അസ്തമിക്കാൻ പോകുന്ന നേരം ഭൂമി കരഞ്ഞത്രേ. കരഞ്ഞുകൊണ്ട് ഭൂമി പറഞ്ഞു, സൂര്യൻ അങ്ങ് അസ്തമിക്കുകയാണോ? അങ്ങ് അസ്തമിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇരുട്ടിലാണ്ടു പോകില്ലേ? എനിക്കാരുണ്ട് വെളിച്ചം തരാൻ? സൂര്യൻ തന്റെ നിസ്സഹായാവസ്ഥ പറഞ്ഞത്രേ, സമയമായാൽ അസ്തമിക്കുക എന്നതാണ് എന്റെ ദൗത്യം എന്ന്. ഭൂമി കരഞ്ഞു തുടുത്തു നിൽക്കുമ്പോ ആകാശത്ത് ചന്ദ്രൻ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു, ഭൂമി നീ കരയണ്ട, നിനക്ക് വെളിച്ചം പകരാൻ ഞാൻ വന്നിട്ടുണ്ടെന്ന്. പക്ഷേ ഒരു നിയോഗ ദൗത്യം പോലെ ചന്ദ്രനും അസ്തമിക്കേണ്ടി വന്ന നേരം ഭൂമി പിന്നെയും കരഞ്ഞത്രേ, ഇനി എനിക്കാര് വെളിച്ചം തരും എന്ന്. ആ ഒരു നേരത്ത് എങ്ങു നിന്നോ പാറി വന്ന മിന്നി പറഞ്ഞത്രേ, ഭൂമി നീ കരയരുത്, നിനക്ക് വെളിച്ചം തരാൻ ഞാനുണ്ട് എന്ന്. സൂര്യ തേജസ് പോലെ തിളങ്ങിയിരുന്ന പ്രവാചകന്റെ കാലത്തിനു ശേഷം അവിടെ നിന്ന് വെളിച്ചം കടം കൊണ്ട ചന്ദ്രശോഭ പോലെ തിളങ്ങിയിരുന്ന സഹാബത്തിന്റെയും താബീങ്ങളുടെയും കാലശേഷം ഇതാ നമ്മളിലേക്ക് മഹത്വമെങ്കിലും ഭൂമിക്ക് സംഭാവന ചെയ്യേണ്ട ഉത്തരവാദിത്വം ഇന്ന് നമ്മിൽ അർപ്പിതമായിരിക്കുകയാണ്. ഒരു കെടാവിളക്ക് പോലെ അടുത്ത തലമുറയിലേക്ക് ഇതിന്റെ ഈ തിരുനാളത്തെ കൈമാറാൻ നമുക്കിന്ന് സാധിക്കാതെ പോയാൽ ഈ ഭൂമി ഇരുട്ടിലാണ്ടുപോകും.
അങ്ങനെ ഇരുട്ടിലാണ്ട് പോകരുത് എന്നാഗ്രഹിച്ചുകൊണ്ട് ബാപ്പു ഹാജി ജീവിതം കൊണ്ട് സമ്പാദിച്ച മുഴുവത്തെയും ഇവിടെ സമർപ്പിച്ചിട്ട് പോയിരിക്കുകയാണ്. ഇന്നൊരു പക്ഷേ നമുക്ക് കാണാൻ കഴിഞ്ഞ ഏറ്റവും കൗതുകമുള്ള ഒരു ദൃശ്യമായിരിക്കും അത്. ബാപ്പു ഹാജി എന്ന ആ സ്വാത്വികനായ മനുഷ്യനെ ഈ കേരളത്തിന്റെ നേതാവ്, ഈ മുസ്ലിം സമൂഹത്തിന്റെയും നേതാവ് പൊന്നാട അണിയിച്ചുകൊണ്ട് ആദരിച്ച ആ ഒരു ദൃശ്യം ഉറങ്ങുവോളം നമ്മുടെ മനസ്സിൽ മായാതെ കിടക്കേണ്ടുന്ന ആ ഒരു ദൃശ്യം, നാളെയെ കെട്ടിപ്പടുക്കാൻ, നാളെയെ നിർമ്മിക്കാൻ തന്റേത് മുഴുവനും സംഭാവന ചെയ്തു പോയ ആ ഒരു മനുഷ്യനെ സാക്ഷി നിർത്തി പറയട്ടെ, അസൂയ എന്ന ഒരു വികാരം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് വേണ്ടത് ഇങ്ങനെയുള്ളവരോടാണ്. ബാപ്പു ഹാജിയോട് അസൂയ കാണിക്കാൻ നിങ്ങൾക്കാർക്കെങ്കിലും അസൂയ ഉണ്ടെങ്കിൽ അത് രണ്ടാളോട് മാത്രം. ഒന്ന്, അല്ലാഹു ധനം കൊടുത്തു, ആ ധനത്തെ അതർഹിക്കുന്ന വിധത്തിൽ പരിശുദ്ധിയുടെ മാർഗത്തിൽ സമർപ്പിച്ചവൻ, അവനോട് നിങ്ങൾക്ക് അസൂയയാകാം. എനിക്കും അങ്ങനെ സാധിക്കണേ എന്ന അസൂയ. രണ്ടാമത്തെ ഒരാൾ, അല്ലാഹു ധാരാളമായിട്ട് ഹിക്മത്ത്, ഇൽമ കൊടുത്തു, ആ ഇൽമനുസരിച്ച് ജീവിപ്പിക്കുകയും ചെയ്തു. അങ്ങനെയുള്ള രണ്ടാമനോടും നിങ്ങൾക്ക് അസൂയയാകാം. അങ്ങനെയുള്ള രണ്ടു കൂട്ടർ ഒരുമിച്ച സമ്മേളനമാണ് ഈ അർഹാം അസംബ്ലി. അങ്ങനെയുള്ള രണ്ടു കൂട്ടർ, അറിവിന്റെ കൂട്ടരും ധനത്തിന്റെ കൂട്ടരും അല്ലാഹുവിന്റെ ദീൻ എന്നും ഉയർന്നു നിൽക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു സമ്മേളനമാണ് ഈ സമ്മേളനം. ഇതിന്റെ ഭാഗവാക്കായിട്ട് നാം ഒത്തുചേരുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, അല്ലാഹുവിന്റെ ദീനിന്റെ വിജയിക്കാൻ പോകുന്ന ഈ യാത്രയിൽ ഒരു താങ്ങാവാൻ എനിക്കും സാധിക്കണേ എന്ന ഒരു പ്രാർത്ഥനയാണ് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്. അതിൽ നമുക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇവിടെ വന്നിട്ടുള്ള സംഭാവനകൾ അർപ്പിച്ചുകൊണ്ട് വന്നിട്ടുള്ള സ്ലിപ്പുകൾ ആവേശം പകരുന്ന വിധത്തിലുള്ളതാണ്, എല്ലാം വായിക്കാൻ സാധിക്കാത്ത വിധത്തിലുള്ളതാണ്. ആ ഒരു വലിയ സംരംഭത്തിൽ ഭാഗവാക്കാവാൻ ശ്രമം നടത്തിയ എല്ലാവരെയും അല്ലാഹു തിരിച്ചറിയുന്നതാണ്. അല്ലാഹുവേ, അവര് ഏതൊരു താല്പര്യത്തിലാണോ ഇങ്ങനെ ഒരു സംഭവത്തിന് കൂട്ടായി നിൽക്കാൻ, തുണയായി നിൽക്കാൻ ശ്രമിച്ചത്, അതിനെ കണ്ടറിയുന്ന നാഥ, നീ അവരുടെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു കൊടുക്കണമേ. ഈ കുടുംബ സംഗമത്തിന് സമ്മേളിച്ച ഓരോരുത്തരും സമ്മേളിച്ചിട്ടുള്ളത് നിന്റെ ദീനിന്റെ വിളി കേട്ടിട്ടു മാത്രമാണ്. സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ കത്തിൽ ഉണർത്തിയ കാര്യം, ഇത് അല്ലാഹുവിന്റെ ദീനിന്റെ കുടുംബമാണ് എന്നാണ്. ആ ദീനിന്റെ കുടുംബമാകാൻ വന്നു ചേർന്നവരാണ് ഇവിടെ ഒരുമിച്ച് കൂടിയ ഓരോ ആണും ഓരോ പെണ്ണും. നിമിത്തം പോലെ എന്താണ് നടക്കുന്നതെന്നറിയാതെ എത്തിച്ചേർന്നിട്ടുള്ള കൊച്ചു പൈതങ്ങളും, അങ്ങനെയുള്ള പരിശുദ്ധരായ പൈതങ്ങൾ പോലും സമ്മേളിച്ചിട്ടുള്ള ഈ യോഗത്തിൽ അല്ലാഹുവേ, ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു, ഇതിനു വേണ്ടി പിന്തുണച്ച ഓരോരുത്തരെയും നീ കാണണേ അല്ലാഹ്, അവർക്ക് വേണ്ടത് കൊടുക്കണേ അല്ലാഹ്. ഇഹത്തിൽ മാത്രമല്ല പരലോകത്തും അവരെ നീ ആദരിക്കണേ അല്ലാഹ്. പൊന്നാടകൾ വേണ്ടത് ഭൂമിയിലല്ല പടച്ചവനെ, പൊന്നാടകൾ വേണ്ടത് ആഖിറത്തിലാണ്. ഇവിടെ വളർന്നു വരുന്ന ഈ തലമുറയെക്കുറിച്ച് മഹാനായ ഇസ്ലാമിന്റെ മൂന്നാം ഖലീഫ അല്ലാഹുവിന്റെ റസൂലിനെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, ഓരോ ആളുകളും ഭൂമിയിൽ വല്ലാതെ ആരാധിച്ചതിന്റെ പേരിൽ പാലം കടക്കാൻ ചെല്ലുമ്പോൾ മലായികത്ത് പറയുമത്രേ, ഉദ്ഖുലുൽ ജന്ന, ഉദ്ഖുലുൽ ജന്ന വതനഅം ബിഇബാദതിക, ഭൂമിയിൽ ആരാധിച്ചതല്ലേ, നിങ്ങൾ സ്വർഗത്തിലേക്ക് കയറൂ, സ്വർഗത്തെ ആസ്വദിക്കൂ എന്ന്. പക്ഷേ ദീന് പഠിച്ച പണ്ഡിതൻ വരുന്ന നേരത്ത് മലക്കുകൾ അഭ്യർത്ഥിക്കുമത്രേ, നിങ്ങൾ അങ്ങനെ വേഗം കടക്കല്ലേ. പ്രയാസപ്പെട്ട് മഹ്ശറയിൽ വയർത്ത് കുളിച്ച് നിൽക്കുന്ന പരിചയക്കാരും സ്നേഹജനങ്ങളും ഒരുപാടുണ്ട് ഇവിടെ. നിങ്ങളൊന്ന് ശുപാർശ പറഞ്ഞാൽ, ആരുമൊന്ന് ശുപാർശ പറഞ്ഞാൽ അവർക്ക് സ്വർഗം കിട്ടും. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയൊന്ന് ഓടിക്കയറല്ലേ, അവർക്ക് വേണ്ടി ശുപാർശ പറയൂ എന്ന്
പരലോകത്ത് നാളെ ശുപാർശകരയുണ്ടാക്കുന്ന ഈ മഹത്തായ ദീനീ വിദ്യാഭ്യാസത്തിന്റെ കൂടെ നിൽക്കുന്നതിന്റെ സംതൃപ്തി അത് ചെറുതൊന്നുമല്ല. പരിചയപ്പെട്ട ഏതെങ്കിലും ഒരാൾ എന്റെ കൂടെ നിങ്ങളും സ്വർഗത്തിലേക്ക് വാ എന്ന് പറയാൻ കെൽപ്പുള്ള വിധത്തിൽ വളർന്നു വരേണ്ടതുണ്ട്. അള്ളാഹു അവർക്ക് മനസ്സിൽ ദീനും ഈമാനും നിറച്ചു കൊടുക്കേണ്ടതുണ്ട്. ആ ഒരു ദീനിന്റെ, ആ ഒരു ഈമാനിന്റെ കെട്ടിടമാണ് അങ്ങ് കാളികാവിൽ ഉയരാൻ പോകുന്നത്. അങ്ങനെയുള്ള ദീനിന്റെ സ്ഥാപനങ്ങളാണ് ഇന്ന് 46 എണ്ണം ഇവിടെ CIC-യോട് വാപ്പിയോട് അഫിലിയേറ്റ് ചെയ്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും കാണുന്നത് പരിശുദ്ധമായ ലക്ഷ്യങ്ങളാണ്. ആ പരിശുദ്ധിയെ തിരിച്ചറിയാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പരിശുദ്ധിയുടെ പാതയിൽ പിന്തുണക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇവിടെ പ്രാർത്ഥന കൊണ്ട് പ്രത്യേകം വസിയത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. ഒന്നാമതായിട്ട് ഇന്നത്തെ ഈ സംരംഭത്തിൽ, ഇന്നത്തെ ഈ സംഗമത്തിൽ, ഈ പരിശുദ്ധ സംരംഭത്തിന് വേണ്ടി സംഭാവനകൾ അർപ്പിച്ച ആളുകൾ, അവരുടെ മനസ്സിലെ ഉദ്ദേശങ്ങൾ അപ്രകാരം ഈയിടെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് വിട പറഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാപനം കോമ്പാറയിൽ വഫിയ സ്ഥാപനത്തിലെ ആദരണീയയായിരുന്ന ബുഷ്ര ടീച്ചർ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോവുകയുണ്ടായി. അതേപ്രകാരം തന്നെ ബാക്കി വിദ്യാർത്ഥികൾ നിങ്ങൾ കടന്നു വരുന്ന സന്ദർഭത്തിൽ കവാടം കണ്ടിട്ടുണ്ടാകും. സംഫീർ എന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥി കഴിഞ്ഞ റമദാനിലാണ് സുബഹിക്ക് പള്ളിയിലേക്ക് പോകുമ്പോ അള്ളാഹുവിന്റെ വിളി കേട്ട് യാത്ര പോവുകയുണ്ടായി. മരിച്ചുകൊണ്ട് യാത്ര പോകുന്നവരെ കുറിച്ച് ആവലാതി ഉണ്ടാവാറുണ്ട് നമുക്കെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ ഓഫർ പറഞ്ഞിട്ടുണ്ട്. ദീന് വളരണമെന്ന് ആഗ്രഹിച്ച് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി മരിച്ചാൽ من جاءه الموت وهو يطلب العلم ليحيي به الإسلام അള്ളാഹുവിന്റെ ഇസ്ലാമിനെ ഉയർത്തണമെന്നാഗ്രഹിച്ച് പഠിക്കുന്ന ഒരു അവന്റെയും അമ്പിയാക്കളുടെയും ഇടയിൽ പിന്നെയുള്ളത് സ്വർഗത്തിൽ ഒരു പദവിയുടെ വ്യത്യാസം മാത്രം. ഇങ്ങനെ വഴിയെ അടിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ മരിച്ചു പോകുന്നത് അത്തരം വാഗ്ദാനങ്ങളെ അള്ളാഹുവേ അവർക്ക് നീ നൽകണമേ. പഠിപ്പിച്ചുകൊണ്ടിരിക്കവേ മരിച്ചുപോയ ബുഷ്ര ടീച്ചർക്കും നീ സ്വർഗം നൽകണമേ അല്ലാഹ്. അപ്രകാരം നമ്മുടെ ഈ സംരംഭങ്ങളെ ധാരാളമായിട്ട് സ്നേഹിക്കുകയും ധാരാളമായിട്ട് അറബികളെ ബന്ധപ്പെടുത്തി തരികയും നേരിട്ട് തന്നെ സാമ്പത്തികമായും മാനസികമായും ശാരീരികമായും ഒക്കെ നമ്മുടെ കൂടെ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ബഹുമാന്യരായിട്ടുള്ള ബാവ കാക്ക എന്ന് ഞങ്ങൾ സ്നേഹത്തോടെ വിളിക്കുന്ന MK മുഹമ്മദ് ബാവ നമ്മുടെ പരിസരത്ത് കാട്ടിലങ്ങാടി പ്രദേശക്കാരനാണ്. അദ്ദേഹം ഒരു മാരകമായ രോഗത്തിന്റെ അടിമപ്പെട്ടിരിക്കുകയാണ്. എല്ലാം ശിഫയാക്കാൻ കെൽപ്പുള്ള അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി സംഗമിച്ചിട്ടുള്ള ഈ സദസ്സൊന്ന് ആമീൻ പറഞ്ഞാൽ അത്ഭുതങ്ങളും വിസ്മയങ്ങളും നടക്കും എന്ന് നമുക്കറിയാം. അള്ളാഹുവേ, അദ്ദേഹത്തിന്റെ രോഗം ഏത് ഘട്ടത്തിലാണെങ്കിലും അത്ഭുതകരമാം വിധത്തിൽ നീ ശമനം നൽകി സന്തോഷം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ അല്ലാഹ്. അപ്രകാരം ഞങ്ങളുടെ കൂട്ടത്തിലൊക്കെ രോഗികളായ ഒരുപാട് ആളുകളുണ്ട്. എല്ലാവർക്കും നീ ശമനം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെയൊക്കെ അകത്ത് ഞങ്ങൾ അറിയാതെ വളർന്നുകൊണ്ടിരിക്കുന്ന രോഗങ്ങൾ ഉണ്ടാകാം. കാരുണ്യവാനേ അല്ലാഹ്, എല്ലാം നീ അത്ഭുതകരമായി ശമിപ്പിച്ചു നൽകണേ അല്ലാഹ്. ഈ സദസ്സിലിരിക്കുന്ന ഓരോരുത്തർക്കും അപ്രകാരം ഒരുപാട് താല്പര്യങ്ങളുണ്ടാകും. എല്ലാം അറിയുന്ന അല്ലാഹുവേ, നീ അതിനെയൊക്കെ അറിയുന്നവനാണ്. അതിനൊക്കെ അർഹമായ രീതിയിൽ പരിഗണന നൽകി ഞങ്ങളുടെ ആഗ്രഹങ്ങളെ സഫലീകരിച്ചു തരണേ അല്ലാഹ്. ഈയിടെ നമ്മുടെ പുത്തഞ്ചിറ നിങ്ങൾ നേരത്തെ പരാമർശിക്കപ്പെട്ടപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും. അവിടുത്തെ സെക്രട്ടറി ആയിട്ടുള്ള ഇസ്മായിൽ സാഹിബിന്റെ വന്യമാതാവ് മരണപ്പെട്ടു പോവുകയുണ്ടായി. അതിന്റെ 40ാമത്തെ ദിവസമാണ്. ഇന്ന് വേദിയിൽ നമ്മുടെ കൂടെ സജീവമായി ഉണ്ടാകേണ്ട ആളാണ് അദ്ദേഹം. മാതാവിന്റെ 40 ആയതുകൊണ്ട് അദ്ദേഹത്തിന് വരാൻ സാധിക്കാതിരുന്നതാണ്. അപ്രകാരം പാലപ്പള്ളിയിലെ നമ്മുടെ സെക്രട്ടറി ആയിരുന്ന മൗലവിയുടെ ഭാര്യ കുറച്ചു നാളുകൾക്ക് മുമ്പ് മരണപ്പെട്ടു പോവുകയുണ്ടായി. നമ്മുടെ ഈ ടെസ്റ്റിന്റെ പ്രവർത്തനത്തിന് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കവേ ട്രില്ലർ കാലിൽ തട്ടിയിട്ട് കാര്യമായി പരിക്ക് പറ്റി നമ്മുടെ ഒരു പ്രിയപ്പെട്ട വിദ്യാർത്ഥി മൂസ
അതേപ്രകാരം ദുആ കൊണ്ട് പിന്നെ വസിയത്ത് ചെയ്തിട്ടുള്ളത് മാമ്പ കോളേജിലെ ഇർഫാന്റെ മാതാവിന്റെ കാര്യത്തിൽ അബൂബക്കർ പാലശ്ശേരി കൊണ്ടോട്ടി ഷജീർ എന്ന വിദ്യാർത്ഥിയുടെ പിതാവ് മാരകമായ രോഗം കാരണം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ. അങ്ങനെ ഇവിടെ പറയപ്പെട്ടതും അല്ലാത്തതുമായ ഒരുപാട് ആളുകളുടെ ആവശ്യങ്ങൾ എല്ലാം അറിയുന്ന അള്ളാഹു പാതിരാവിലെ കറുത്ത ഉറുമ്പിനെ പോലും കാണുമെന്ന് അവകാശ അള്ളാഹു ഇതെല്ലാം അറിയുള്ളാഹുവാണ്. ആ അള്ളാഹു നമ്മുടെ എല്ലാം താല്പര്യങ്ങളെ പൂർത്തീകരിച്ച് തരുമാറാവട്ടെ. മരിച്ചുപോയവർക്കെല്ലാം അള്ളാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ.